വഖഫിന്റെ അധിനിവേശത്തിനെതിരെ ചരിത്രപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് മുനമ്പത്തെ പാവപ്പെട്ട ജനത. ഈ വഖഫ് ഭേദഗതി അത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്നതിന് ശേഷം അതിനെപ്പറ്റി വ്യക്തമായി പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയെ പോലെ മതേതരത്വ സ്വഭാവമുള്ള ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെയാണ് ശരീഅത്ത് സ്വഭാവമുള്ള ഒരു മത നിയമം വർഷങ്ങളായി പ്രാബല്യത്തിൽ വന്നത്? തീർച്ചയായും 1995 ഭേദഗതി, 2013 ഭേദഗതി, ആ രണ്ട് തവണയും കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. ആ ഒരു ഭേദഗതി മൂലമാണ് ഈ വഖഫ് ബോർഡിന് അനിയന്ത്രിതമായിട്ടുള്ള ഒരു അധികാരം കേന്ദ്ര സർക്കാർ കൊടുത്തത്. അതിനെ തുടർന്ന് മുനമ്പത്ത് മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് അതിന്റെ അധിനിവേശ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ അതിന്റെ അധിനിവേശ സ്വഭാവം മൂലം നിരവധി ജനങ്ങളാണ് കണ്ണീരിൽ കഴിയുന്നത്. സാധാരണ ഒരു സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിന്റെ ഉടമ കൃത്യമായിട്ട് ടാക്സ് അടച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗവൺമെന്റ് അനുശാസിക്കുന്ന നിയമത്തിലൂടെയാണോ ആ ഒരു സ്ഥലം സ്വന്തമാക്കിയത് എന്നൊക്കെ നോക്കിയാൽ മതി. എന്നാൽ ഇനി മുതൽ ആ സ്ഥലം തന്ന വ്യക്തി, ആ വ്യക്തിയുടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത് വഖഫ് കൊടുത്തിട്ടുണ്ടോ, അത് 50 വർഷമായിരിക്കാം, ആ കാലയളവിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വഖഫിന് കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഗതികേടിലാണ് ഇന്ന് ഭാരതത്തിലെ സാധാരണ ജനങ്ങൾ. ഈ സാഹചര്യത്തിൽ ഷക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, വഖഫ് വിഷയത്തിൽ ശാശ്വത പരിഹാരം എന്താണ്? ഇന്നീ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു BJP നേതാവ് ശ്രീ PC ജോർജ്, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ കോതമംഗലം രൂപതയിൽ നിന്നും ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, ഒപ്പം മുനമ്പം സമരസമിതി കൺവീനർ ശ്രീ ജോസഫ് ബെന്നി. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ PC ജോർജ്, ഈ വഖഫ് ഭേദഗതി അത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ വഖഫിന്റെ ഒരു ഭീകരത അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ ഒരു ഭീകരത പൊതുജനം മനസ്സിലാക്കി തുടങ്ങിയത്. പിന്നീട് ഈ മുനമ്പം വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നു. മുനമ്പത്തിലെ ജനത ചരിത്രപരമായിട്ടുള്ള തങ്ങളുടെ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. പക്ഷേ പിന്നീട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുനമ്പത്ത് മാത്രമല്ല കേരളത്തിൽ ഈ വഖഫിന്റെ ഒരു അധിനിവേശ സ്വഭാവം നിലനിൽക്കുന്നത് തളിപ്പറമ്പ് നാം കേട്ടു, വയനാട് നാം കേട്ടു, അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. എന്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ കേരളം മുഴുവൻ വഖഫിൻ്റെതായി തീരും എന്ന ഒരു സ്ഥിതിയിലേക്കല്ലേ കാര്യങ്ങളുടെ പോക്ക്? കേരളം മാത്രമല്ല ഭാരതം മുഴുവൻ. ഇത് എങ്ങനെയാണ് ഒരു സാമാന്യ ബോധമുള്ള ഒരു ഭരണകൂടത്തിന് ഈ അധിനിവേശ സ്വഭാവമുള്ള നിയമം ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്? ശ്രീ PC ജോർജ്. ഷക്കന ചാനൽ പ്രത്യേകം നന്ദി പറയും. ജോർജ്, ഞാൻ ഇതിന്റെ ചരിത്രം ഒന്ന് പറയണം, എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച 1947, അന്ന് മുതലുള്ള പ്രശ്നമായത്. 47 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. നമ്മുടെ ഗാന്ധിജി, ആ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മളെല്ലാം സ്വാതന്ത്ര്യത്തെ ആഘോഷിച്ചു. അന്ന് പ്രധാനമന്ത്രിയായിട്ട് വന്നതാരാണ്? ജവഹർലാൽ നെഹ്റു. സത്യത്തിൽ വരേണ്ടിയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെ തട്ടിക്കളഞ്ഞിട്ടാണ് നെഹ്റുവിനെ പിടിച്ചു വെച്ചത്. നെഹ്റുവിന്റെ അവിടെ നിന്ന് തുടങ്ങി കുഴപ്പം. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വന്നപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത മുഴുവൻ ആളുകളുടെയും മുസ്ലിങ്ങളുടെയും ഭൂമി മുഴുവൻ, ആ ഭൂമി മുഴുവൻ വഖഫാക്കി മാറ്റി. എന്ത് ന്യായം? ഭാരത സർക്കാരിന്റെ ഭൂമിയല്ലേ അത്? ഭാരത സർക്കാരിന് കിട്ടുന്ന ഭൂമി വഖഫാക്കി, വഖഫ് ബോർഡിൻ്റെതാക്കി. ആരാക്കി? നെഹ്റു. ഇന്ന് രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും വലിയ വസ്തുവിന്റെ ഉടമ ആരാന്നറിയോ? ഇന്ത്യൻ റെയിൽവേ. രണ്ടാമത്തെ ഉടമ ആരാന്നറിയാമോ? നമ്മുടെ ഇന്ത്യൻ പട്ടാളം. മൂന്നാമത്തെ ആരാണ്? വഖഫ് ബോർഡ്. വഖഫ് ബോർഡിന് ഇപ്പോഴത്തെ ഈ നീക്കം ഇതേപടി നീങ്ങിയാൽ ഒരു 5 കൊല്ലത്തിനകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂ ഉടമയായി വഖഫ് ബോർഡ് മാറാൻ പോവുക. ഈ വഖഫ് ബോർഡിന്റെ നിയമങ്ങളൊക്കെ കിടക്കുന്നിടത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു സംഭവം, 1995 ഇപ്പൊ ജോർജി പറഞ്ഞല്ലോ, ഈ 95 സംഭവം എന്താ? അന്ന് വഖഫ് ബോർഡിന്റെ നിയമത്തിനകത്ത് 95 സെക്ഷൻ 40 ഏത് വസ്തുവിനും വഖഫ് ബോർഡ് നോട്ടീസ് അയക്കാനുള്ള അധികാരം കൊടുത്തത് ആരാ? നരസിംഹറാവു. സെക്ഷൻ 40 എന്താ 40-ല്? അതായത് ഞാനിപ്പോ ഈരാറ്റോടെ ഇരിക്കുക, നാളെ വഖഫ് ബോർഡ് എനിക്കൊരു നോട്ടീസ് തന്നാൽ, മനസ്സിലായോ? നോട്ടീസ് തന്നാൽ ഞാൻ ഇറങ്ങി പൊക്കോണ്ടാ മതി. അതല്ല, ഒന്നും ചെയ്യാനില്ല. 200 കൊല്ലം ഇത് വഖഫ് ചെയ്ത ഭൂമിയാണെന്ന് വഖഫ് എന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിന് കൊടുത്തതെന്നാ പോരെ?
വഖഫ് ഭൂമി പറഞ്ഞ് ഇറങ്ങിപ്പോണം. അല്ല എന്താ പ്രത്യേകത? ഞാൻ ഒരാളെ തല്ലിയാൽ ആ പോലീസ് കേസെടുത്ത പോലീസ് തെളിയിക്കണം ഞാൻ കുറ്റക്കാരനാണ്, അല്ലെ എന്നെ വെറുതെ വിടും. ഇവിടെ നേരെ തിരിച്ചാ. വഖഫ് ബോർഡ് നേരെ നോട്ടീസ് തന്നാൽ വഖഫ് ബോർഡിന്റെ നോട്ടീസ് തെറ്റാണ്, ഇത് എന്റെ ഭൂമിയാണ് തെളിയിക്കേണ്ട ചുമതല എനിക്കാ. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? അതാണിപ്പോ നമ്മളെ പറ്റാത്ത മുനമ്പം. അതായത് ഒന്ന് ആലോചിക്കണം, എന്ത് സംഭവിച്ചേനാ. മുനമ്പത്തെ അവിടെ നിൽക്കാൻ ഈ മുഴുവൻ പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവും. ആ ഭൂമി അങ്ങനെ പോയി 95-ല് ഈളി നിയമം ഉണ്ടാക്കി. ആ നിയമം വന്നിട്ടും അങ്ങോട്ട് ആക്ഷൻ ശരിയാകുന്നില്ല എന്ന് തോന്നി. ഇപ്പൊ 2013-ൽ സിഖുകാരനായ മൻമോഹൻ സിംഗ് ഈ കോൺഗ്രസ് പിരിച്ചുവിടണം, സംശയമുണ്ടോ? അതിന്റെ പുറകെ നടക്കുന്ന ദൈവം ശിക്ഷിക്കും. ആ മൻമോഹൻ സിംഗ് ആണ് കൂളായിട്ട് എന്നാ നിയമം ഉണ്ടാക്കിയെന്ന് സെക്ഷൻ 52 എന്നാന്നറിയോ? ഞാനിപ്പോ വഖഫ് ആണെന്ന് വഖഫ് ഭൂമിയിൽ ഞാൻ കയറി താമസിക്കുകയാണ്, വഖഫിന്റെ ആണ് ഇന്ന് വഖഫ് ഒക്കെ പറഞ്ഞ് സ്ഥാപിച്ചാൽ എന്നെ 2 കൊല്ലം ശിക്ഷിക്കാനുള്ള നിയമമാണ് നരസിംഹറാവു അല്ല നമ്മുടെ മൻമോഹൻ സിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കും. മതിയോ? ഇതാർക്കറിയാം? അതായത് ഇപ്പോ പാവപ്പെട്ട ഈ ജനമുണ്ടല്ലോ, നമ്മുടെ മുനമ്പത്തെ പാവപ്പെട്ട ജനം, മത്സ്യത്തൊഴിലാളികൾ, പാവങ്ങൾ, ഞാനവിടെ പോയിരുന്നു. അതുകൊണ്ടാ പറയുന്നത്. ആ പാവങ്ങളെല്ലാം 2 കൊല്ലം ശിക്ഷിക്കാനുള്ള നിയമം ഉണ്ടാക്കി വെച്ചിട്ടാണ് കോൺഗ്രസ്സുകാരനായ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ഒഴിഞ്ഞിരിക്കുന്നത്. ആ കരഞ്ഞ് നിലവിളിച്ച് കിടക്കുന്ന പാവപ്പെട്ട മുനമ്പത്തെ തൊഴിലാളികൾ, കർഷകർ, കർഷകർ എന്ന് പറയാനില്ല, ചെറിയ ഭൂമിയല്ലേ പാവങ്ങള്, 610 വീട്ടുകാരെ ഉള്ളേ. ആ ഭൂമിയിലോട്ട് എന്നിട്ട് ഇവന്മാരെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം നിങ്ങൾ ആരും ഇറങ്ങണ്ട. പിണറായി വിജയനും പറയാം ഇറങ്ങണ്ട. പിന്നെ എന്തെങ്കിലും ഇയാള് പറയുന്നത്? ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഈ മൻമോഹൻ സിംഗിന്റെ കാലത്തിന് ശേഷം ഇതാ വന്നിരിക്കുന്നു. പ്രിയങ്കരനായ നമ്മുടെ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായി. അങ്ങേർക്ക് ലിസ്റ്റ് മുഴുവൻ കിട്ടി. അങ്ങേർക്ക് ഇത് മനസ്സിലായി, ഇത് അപകടമാണ്, സാധ്യമല്ലാത്ത കാര്യമാണ്. എന്റെ വഖഫ് ബോർഡെ വിധിച്ചു വിടണം. എന്തുവാട്ടെ മൻമോഹൻ സിംഗ് ചെയ്ത് എന്താ? അല്ല, നരേന്ദ്രമോദിജി എന്ത് ചെയ്തു? പുള്ളി പറഞ്ഞു ഈ സെക്ഷൻ 40 ഒക്കെ എടുത്ത് കളഞ്ഞിരിക്കുന്നു, 52 എടുത്ത് കളഞ്ഞു, ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അതായത് നോട്ടീസ് അങ്ങനെ അയക്കാൻ സൗകര്യം തെളിവില്ലാതെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ആ നിയമം ബില്ല് വന്നിട്ട് ആ ബില്ല് അവതരിപ്പിച്ചിട്ട് ജോയിന്റ് പാർലമെന്ററി സമിതി കമ്മിറ്റി കൊടുത്തിരിക്കുക, JPC. ആ ജോയിന്റ് പാർലമെന്ററി പാർട്ടിയിൽ പങ്കെടുക്കാൻ പാടില്ലെന്നാണ് കോൺഗ്രസിന്റെ നമ്മുടെ ഈ പയ്യൻ പറയുന്നത്. എന്നാ നമ്മുടെ രാഹുൽ ഗാന്ധി, അയാൾ പറയുന്നത് അത് പങ്കെടുക്കണ്ടെന്ന്. കോൺഗ്രസ് ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്നുള്ള MP ഉൾപ്പെടെ എല്ലാവരും അത് ബോയ്ക്കോട്ട് ചെയ്യാണ്. പക്ഷെ ആ നിയമം പാസ്സാവും. ആ നിയമം പാസ്സാക്കരുതെന്ന് പറയാൻ എന്താ ന്യായം? ആ നിയമം പാസ്സാക്കരുതെന്ന് പറയുന്ന പിണറായി വിജയനും ഇവിടെ പ്രമേയം അവതരിപ്പിക്കുക. എന്താ അവിടെ JPC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രമേയം ബില്ലിൽ അമെന്റ്മെന്റ് വരുത്താൻ പാടില്ല, കേന്ദ്ര ഗവൺമെന്റ് നയം തെറ്റാണെന്ന് പിണറായി വിജയനും മാത്രമല്ല 140 MLA ഒരുമിച്ച് കൈപൊക്കി പാസ്സാക്കിയിരിക്കുക കേരളത്തില്. അതില് കേരള കോൺഗ്രസ്സുകാരും ഉണ്ട്. അതാണ് അല്ലെങ്കിൽ അവർ ജോലി ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാവുന്നതല്ല. നാണം കെട്ടവന്മാർ എന്ന് പറയണേ ക്രിസ്ത്യാനിയായിട്ട് തല വെള്ളം മുഴുവനുണ്ടോ? അവനറിയണ്ടേ ഇത്? ഞാൻ പലരെ വിളിച്ചപ്പോ അറിയാതെ പാസ്സാക്കിയത്. എങ്ങനെ? ഞാൻ നിയമസഭ കൊണ്ട് പാസ്സാകല, ഒരു നിമിഷം പാസ്സാവും, ഒരു സംഘർഷം ഉണ്ടാവും, അങ്ങനെ പാസ്സാക്കുകയല്ല. എന്തൊരു മര്യാദകേടാ. അത് ഞാൻ ഈ MLA സ്ഥാനം പണി വേണ്ട എന്ന് വെച്ചിരുന്നവനാണ്. എനിക്ക് ആ ഒരു ദുഃഖം, ഈ നിയമം ആ പ്രമേയം പാസ്സാക്കിയപ്പോ അന്ന് ആ സഭയിൽ ഇല്ലാതിരുന്നല്ലോ ദൈവമേ എന്ന് എനിക്ക് ദുഃഖം തോന്നി. ഉണ്ടെങ്കിൽ ആ മേശ അടിച്ചു പറിച്ച സ്പീക്കറുടെ കസേരങ്ങൾ വെച്ചിട്ട് പാസ്സാക്കുള്ളായിരുന്നു. ഒന്ന് ആലോചിച്ചേ. അങ്ങനെ പാസ്സാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവന്മാര് കരഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലുക. പിണറായി പറയുന്നത് എന്താ? ഒന്നും പേടിക്കണ്ട, നിങ്ങൾ അവിടെ കിടന്നോളാൻ, ഇവന്റെ ഒന്നും അവതാരം വേണ്ട നമുക്ക്. കാര്യം നരേന്ദ്രമോദി പാർലമെന്റ് കൂടിയാൽ ഉടനെ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ തന്നെ കിട്ടിക്കോളും. ജോസഫ് ഒന്നും പേടിക്കണ്ട, അവിടെ ഇരുന്നു. നിങ്ങൾ ആരും ഇറക്കി വിടുകയല്ല. ഇറക്കി വിടണമെങ്കിൽ ഇന്നലെ മിനിങ്ങാന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി പച്ചയ്ക്ക് പറഞ്ഞു ഒരുത്തരെ ഇറക്കി വിടുകയല്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കേട്ടില്ലായിരുന്നു? എന്റെ മോൻ ഷോണും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, ജാവേദ്കറും എല്ലാം ഉണ്ടായിരുന്നു. അവരൊക്കെ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് BJP ആണ്, ഞങ്ങൾ നോക്കിക്കോളാം. ഈ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും കൂട്ടുകച്ചവടമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പാവപ്പെട്ട ജനങ്ങൾ ഓടിക്കാന്ന് വെച്ചാൽ അനുവദിക്കുന്ന പ്രശ്നമില്ല, 100% അനുവദിക്കുന്ന പ്രശ്നമില്ല. ബാക്കി എല്ലാവരും പറഞ്ഞിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. തന്റെ ഇടത്തോട് മുമ്പോട്ട് പോവുകയാണ്. ഇത് മാത്രമല്ല, ഇപ്പൊ ഈരാറ്റുപേട്ട പോലും ഉണ്ട്. വേറൊന്നും പറയാം, ഒന്നും കൂടെ നിങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നുണ്ട്. ഒരു കാര്യം കൂടെ, നമ്മുടെ ഇവിടുത്തെ പൂഞ്ഞാറിലെ പൂഞ്ഞാർ 56 പൂഞ്ഞാർ രാജകുടുംബത്തിന്റെ അറിയാവോ? രാജകുടുംബമാണ് ജന്മം. രാജകുടുംബം കേസ് കൊടുത്താൽ എവിടെ പോയി നിൽക്കും? ഒരു കേസ് നിലനിൽക്കുക, സിവിൽ കേസ്. ഇപ്പോ
ഞാന് അതുകൂടെ ഒന്ന് പറഞ്ഞു സമയക്കുറവുണ്ടെങ്കിലും ഏന്തയാർ മഹൽ കമ്മിറ്റി കൂട്ടിക്ക് വില്ലേജിൽ ഞാൻ ഇവിടെ പൂഞ്ഞാർ തെക്കക്കര വില്ലേജ് വിഭജിച്ച് കൂട്ടിക്ക് വില്ലേജ് ഉണ്ടാക്കി. അപ്പൊ വാഗമണ്ണോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ഉൾപ്പെടെ എല്ലാം കൂട്ടിക്ക് വില്ലയാക്കി. അവിടെ ഒരു അള്ളാപ്പാറ ഒരു മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. 3 ഹെക്ടർ സ്ഥലം ഈ ഈ ഏന്തയാർ മഹലിന് പതിച്ചു കൊടുത്തു. അവിടെ അള്ളാപ്പാറ എന്ന് വെച്ചിരിക്കുകയായിരുന്നു. ആ സ്ഥലത്തിന് ഇപ്പുറമുള്ള സ്ഥലം മുഴുവൻ ഇപ്പൊ വാഴൂർ കേന്ദ്രമായിട്ടുള്ള ഒരു 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 ബ്രാഹ്മണ കുടുംബത്തിനാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു. അവരൊന്നും അറിഞ്ഞിട്ടില്ല. അള്ളാപ്പാറ ഇപ്പം വിധിക്കും. ഞാൻ പതിച്ചു കൊടുത്ത സ്ഥലമല്ലേ, അത് ദേവസ്വം ബോർഡിന്റെയാണ്. ഇപ്പം കുഴപ്പമുണ്ടാകാൻ പോവുക. ഈരാറ്റുപേട്ട ഉണ്ടായാലും പ്രശ്നം അതിന്റെ വിശാമിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ രാജ്യം ഹൈന്ദവ സമൂഹത്തിന്റെ ആയിരുന്നല്ലോ, അവരെല്ലാം കൂടെ സിവിൽ കേസുമായിട്ട് ഇറങ്ങി നിർത്താൻ നമ്മുടെ ഗതി ഉണ്ടാവും. ഒന്ന് ആലോചിച്ചു. അതുകൊണ്ട് ഈ വക്കപ്പും കിക്കും പറഞ്ഞ് അതിനിടയ്ക്ക് ഓരോ മന്ത്രി, ഒരു വിവരം കേട്ട മന്ത്രി അവൻ പറഞ്ഞു വക്കപ്പ് മന്ത്രി, അങ്ങനെ ഒരു മന്ത്രിയില്ല, ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രിയാ. അവൻ പറഞ്ഞു തന്നെ അബ്ദുൾ റഹ്മാൻ, അവനൊരു മുസൽമാനാണ്. ഇത് മുസൽമാന്മാരുടെ സ്ഥലം എടുക്കുകയാണ് വക്കപ്പിന്റെ ആണെന്ന് പറഞ്ഞു. എത്ര മുസൽമാരെ കരച്ചില കാണേണ്ടത് നമ്മള്. എന്നിട്ട് അവൻ പറയുക അച്ഛന്മാരെല്ലാം മഹാവർഗീയവാദികളാണ്. നിന്നെ പോലെ വൃത്തികെട്ടവരാണോ അച്ഛന്മാര്? അച്ഛന്മാരെ കിടക്കപ്രതിയില്ല. വൈദികര് അവിടെ മുനമ്പത്ത് ഇറങ്ങിയില്ലെങ്കിൽ വൈദികര് എന്തിനാണെന്ന് സഭ ചോദിക്കും, അറിയാമോ? ഞങ്ങളുടെ സഭ യേശുവിന്റെ സഭയാ, അത് ശരിയാവുള്ള സഭയാ. ആ സഭ ക്രിസ്ത്യാനിയെ മാത്രമല്ല, അവിടുത്തെ ഹിന്ദുവിനെയും അവിടുത്തെ മുസ്ലിമിനെയും രക്ഷിക്കാൻ വേണ്ടിയാണ് വൈദികർ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അബ്ദുൾ റഹ്മാനെ പോലെ മഠയന്മാർ കേരളത്തിന് അപകടമാണ് എന്നും കൂടി സൂചിപ്പിക്കുന്നു. വല്ല വാക്കും കടുത്തു പോയിട്ടുണ്ട്, ആരും എന്നോട് ക്ഷമിക്കണമെങ്കിൽ സൗകര്യം ഉണ്ടായിട്ടാ. ഇതാ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ പി സി ജോർജ് പറഞ്ഞ അവസാനിപ്പിച്ച ആ ഒരു പോയിന്റാണ് അച്ഛനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ മുനമ്പം സമരം, ആ ഒരു സമരത്തിൽ ഈ നമ്മൾ വിശുദ്ധ ബൈബിളിലെ ഒരു സ്നാപക യോഹന്നാന്റെ ദൗത്യം ഏറ്റെടുത്ത് ആ ഒരു സമരം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് ഫാദർ ജോഷി മയ്യാറ്റിലച്ചനാണ്. അതിനുശേഷം കത്തോലിക്ക സഭയുടെ വലിയ രീതിയിലുള്ള പിന്തുണ വിവിധ രൂപതകളിൽ നിന്ന്, അങ്ങ് മലബാർ മുതൽ ഇടുക്കി മുതൽ വിവിധ രൂപതകളിൽ നിന്നും അഭിവന്യ പിതാക്കന്മാർ ആ ഒരു സമരപന്തലിൽ എത്തിച്ചേരുന്നു. ഒപ്പം ക്രൈസ്തവ മാധ്യമങ്ങൾ, ദീപികയും ഷെക്കേനയും ഉൾപ്പെടെയുള്ള ക്രൈസ്തവ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുന്നു. BJP-യുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ശ്രീ പി സി ജോർജ് സൂചിപ്പിച്ചതുപോലെ പുരോഹിതർ ഏറ്റെടുക്കും. നമുക്കറിയാം, വിഴിഞ്ഞം സമരത്തിന് സമാനമായിട്ടുള്ള ചില പരാമർശങ്ങൾ നാം കാണുകയുണ്ടായി. ഈ വൈദികർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചിലർക്കൊരു ഹാലിളകുന്നത്? അതോ ഇവർ ഉദ്ദേശിക്കുന്നത് വൈദികർ ദേവാലയത്തിനുള്ളിൽ പരിശുദ്ധ കുർബാനയെ അർപ്പിച്ച് ഒതുങ്ങിക്കൂടേണ്ട കൂട്ടരാണ് വൈദികർ എന്നാണോ ഇവരുടെ ഒരു ധാരണ? ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി. ജോർജി, ക്രൈസ്തവ പൗരോഹിത്യത്തെ കുറിച്ച് ഈ പൗരോഹിത്യത്തെ തകർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മാർഗം അച്ഛന്മാരെ ഒരു പൂജാരികളുടെ ലെവലിലേക്ക് ഒതുക്കുക എന്നുള്ളതാണ്. അതായത് രാവിലെ കുർബാന അർപ്പിക്കുക, ആചാരപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ എല്ലാം ചെയ്യുക, ബാക്കി ഒരു കാര്യവും ചെയ്യാതെ മുറിക്കകത്തിരിക്കുന്ന പുരോഹിതന്മാരെ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ക്രൈസ്തവ പൗരോഹിത്യം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഇങ്ങനെയുള്ള അന്ധകാരത്തിന്റെ ശക്തികൾ തിരിച്ചറിയും. ഒരു വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാനയ്ക്ക് പൂർണ്ണത വരണമെങ്കിൽ തന്റെ മുമ്പിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന ജനത്തിന്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു പുരോഹിതന് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിന് എന്തൊക്കെയോ കുറവുണ്ട്. അത് ക്രിസ്തുവിന്റെ പൗരോഹിത്യമല്ല. അതായത് വേദനിക്കുന്ന മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളുമായിട്ട് അൾത്താരയിലേക്ക് ചെല്ലുന്ന പുരോഹിതന് മാത്രമേ വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കാനായിട്ടുള്ള യോഗ്യതയുള്ളൂ. ഇനി നമ്മുടെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ, അതായത് മുനമ്പം സമരം ഉൾപ്പെടെയുള്ള മറ്റ് പുരോഹിതന്മാര് ഇടപെട്ടുള്ള എല്ലാ സമരങ്ങളും ജനങ്ങളുടെ വേദനകളാണ് പറഞ്ഞത്. ഒരച്ഛന് വേണ്ടിയിട്ട് ഒരച്ഛൻ സമരം ചെയ്തിട്ടുണ്ട്. ഒരു മെത്രാന് വേണ്ടിയിട്ട് ഒരു മെത്രാന്മാര് സമരരംഗത്തേക്ക് ഇറങ്ങിയില്ല. പണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്ന പോലെ ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ടല്ല അച്ഛൻ മരുന്ന് സമരം ചെയ്തേക്കുന്നത്. തന്റെ ജനത്തിന് വേണ്ടിയിട്ട്, ദൈവജനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടിയിട്ട് വൈദികരെ സമരരംഗത്തേക്ക് ഇറങ്ങിയ ഒരുപാട് ചരിത്രം മുനമ്പത്ത് മാത്രമല്ല, അതിനു മുമ്പ് ഒരുപാട് ചരിത്രമുണ്ട്. നമ്മുടെ കസ്തൂരംഗൻ സമരം ഉൾപ്പെടെയുള്ള ഒരുപാട് സമര ചരിത്രം നമുക്കുണ്ട്. തന്റെ ജനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളത് ഒരു പുരോഹിതന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വമാണ് വൈദികർ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുക. അത് നിർവഹിക്കുക എന്നുള്ളത് ഓരോ പുരോഹിതന്റെയും വലിയ ഉത്തരവാദിത്വവും കടമയും ധാർമ്മികതയുമാണ്. അതുപോലെ തന്നെ ഈ പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പം ആളുകൾ ഇവരോട് ഈ പുരോഹിതരോട് വലിയൊരു സ്നേഹവും ആദരവും കാണിക്കുന്നുണ്ട്. അതിങ്ങനെയുള്ള ആളുകൾക്ക് വല്ലാത്ത തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഉളവാക്കും. ഈ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു പുരോഹിതന്മാര് വർഗീയത പുലർത്തുന്നു എന്നുള്ളത്. അദ്ദേഹം ജീവിക്കുന്നത് കേരളത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കേരളം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക്
എത്തിച്ചതിൽ നമ്മുടെ പുരോഹിതന്മാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഏതെങ്കിലുമൊക്കെ സ്കൂളുകളിൽ പോയിട്ട് അച്ഛന്മാര് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ക്രിസ്ത്യാനിക്ക് മാത്രമേ ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ വർഷത്തെ തന്നെ നോക്കിക്കോ, നമ്മുടെ കത്തോലിക്ക സഭയുടെ ഓരോ രൂപതയും ഓരോ സന്യാസ സഭയും കൊടുത്തിരിക്കുന്ന ചാരിറ്റിയുടെ കണക്കെടുത്ത് പരിശോധിക്കാം. നമുക്കതൊക്കെ പൊതുമേഖലയിലുള്ള കണക്കുകളാണ്. ഒരിക്കൽ പോലും ഒരു പള്ളിക്കാരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സംഭാവന കൊടുക്കുന്നത്, ഞങ്ങൾ ചാരിറ്റി കൊടുക്കുന്നത് ക്രിസ്ത്യാനിക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, ഞങ്ങളുടെ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ അച്ഛനായിട്ട് 12 വർഷമായി. എനിക്ക് എല്ലാ സമൂഹത്തിലുള്ള എല്ലാ മതവിശ്വാസങ്ങളുമായിട്ട് ആളുകളുമായിട്ട് വലിയ ബന്ധമുണ്ട്. എന്റെ ഇടവകയുടെ പരിസരത്ത് ഒരു ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു പുരോഹിതന്റെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, ഒരു ഇടവകയിലേക്ക് ചെല്ലുമ്പോൾ ആ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പള്ളിയും 10, 500, 1000 വീട്ടുകാരുള്ള ഒരു സമൂഹത്തിലേക്കല്ല അയാൾ ചെല്ലുക, മറിച്ച് ആ സമൂഹത്തിന്റെ ഇടയനായിട്ടാണ് ചെല്ലുക. അതിന് സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്ന സമരരംഗത്തേക്ക് ഇറങ്ങും, അത് ജനങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിക്കേണ്ടി വന്നാൽ ചോദ്യം ചോദിക്കും, അധികാരികളെ എതിർക്കേണ്ടി വന്നാൽ എതിർക്കും, അവർക്ക് വേണ്ടി പക്ഷം പിടിക്കേണ്ടി വന്നാൽ പക്ഷം പിടിക്കും. ആ ഒരു നിലപാടിൽ തന്നെയാണ് നമ്മുടെ പുരോഹിതന്മാര് ഇക്കാലമൊക്കെയും പ്രവർത്തിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ വേദനയ്ക്കൊപ്പം ഇറങ്ങിച്ചെല്ലാനുള്ള ആർജവത്വം ഉണ്ട് എല്ലാ കാലത്തും നമ്മുടെ അച്ഛന്മാര് കാണിച്ചിട്ടുണ്ട്. ഇനി മന്ത്രി പറഞ്ഞ വാക്കുകൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ശരിക്കും പറഞ്ഞാൽ മറുപടി അർഹിക്കുന്നില്ല. കാരണം അത്രമാത്രം നിലവാരം താഴ്ന്നൊരു മനുഷ്യനാണ് കേരളത്തിന്റെ ന്യൂനപക്ഷ മന്ത്രി എന്നുള്ളത്. പി. ജോർജ് സാർ പറഞ്ഞ പോലെ അദ്ദേഹം വഖഫിന് മന്ത്രിയൊന്നുമല്ല, ന്യൂനപക്ഷത്തിന്റെ മന്ത്രിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടും ഈ മുസൽമാന് വേണ്ടിയിട്ടും ഈ ജൈനിന് വേണ്ടിയിട്ടും ബുദ്ധന് വേണ്ടിയിട്ടൊക്കെ പറയേണ്ട ആളാ. അയാള് ഒരു പ്രത്യേക മതസമുദായത്തിന്റെ പോലും എന്ന് പറയാൻ പറ്റത്തില്ല, കുറെ തീവ്രവാദികളുടെ കയ്യിലെ ഉപകരണമായിട്ട് ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവർണറൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്, ഇങ്ങനെ വർഗീയത പറയുന്ന, ഇങ്ങനെ ഒരു പ്രത്യേക തീവ്രവാദ പരമായിട്ട് ചിന്തിക്കുന്ന ഒരാളെ മന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഇത് ഈശ്വർ സാറൊക്കെ ആയിരിക്കും ഇതേക്കുറിച്ച് പറയേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ ഇയാൾ രാജിവെച്ച് സമൂഹത്തോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. കാരണം ഒരു മന്ത്രിയാണ് ഇത്രയും നാണം കെട്ട വർത്താനം പറഞ്ഞത്. അദ്ദേഹത്തിനോടുള്ള ഒരു ശക്തമായ ഈ പൊതുസമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എല്ലാ മേഖലയിലും ഇയാൾ വിമർശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മന്ത്രിമാരെ പോലും ചുമക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരള സമൂഹത്തിന്റെ ഗതികേട്. അതുകൊണ്ട് ഇത്രയുള്ള മന്ത്രിമാർക്കെതിരെ, ഇതുപോലെയുള്ള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ ശക്തമായ നിലപാടുകൾ സമൂഹ മനസാക്ഷി ഉണരേണ്ട കാലഘട്ടമാണ്. ഇനി അച്ഛന്മാര് എത്ര വർഗീയവാദികളാന്ന് പറഞ്ഞാലും ഇനിയും ഈ നാട്ടിലെ വേദനിക്കുന്നവനൊപ്പം ഞങ്ങൾ ഉണ്ടാകും, ഈ നാട്ടിലെ സഹിക്കുന്ന മനുഷ്യർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും. ഞങ്ങളുടെ ചുറ്റുപാടുകളുള്ള വേദനിക്കുന്ന, അവൻ ജാതിയും മതവും നോക്കാതെ ക്രിസ്ത്യാനി ആണേലും ഹിന്ദു ആണേലും മുസൽമാൻ ആണേലും മനുഷ്യൻ സങ്കടപ്പെടുന്നുണ്ടോ അവിടെ ആശ്രയം കൊടുക്കാൻ ഞങ്ങൾ ഉണ്ടാകും. കർത്താവിന്റെ കരുണയുള്ള സ്നേഹം ആളുകളിലേക്ക് കൊടുക്കുന്നതാണ് യഥാർത്ഥ പൗരോഹിത്യം. വിശുദ്ധ കുർബാന എന്നുള്ളത് മുറിവേറ്റവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്നതാണ്. മുറിവേറ്റവനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാനയുടെ പൂർണ്ണത അനുഭവിക്കാനായിട്ട് കഴിയുക. അതിന്റെ ആ കുർബാനയുടെ ആ ഒരു തീവ്രത അത്രയും ശക്തമായ രീതിയിൽ അനുഭവിക്കുന്ന ഒരുപാട് പുരോഹിതന്മാര് നമ്മുടെ സഭയ്ക്കുണ്ട്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇനി ഇവരൊക്കെ എന്ത് പറഞ്ഞാലും വേദനിക്കുന്നവർക്കൊപ്പം ഉണ്ടാകും എന്നൊരൊറ്റ വാക്ക് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. യെസ്, അത് അങ്ങ് ഫാദർ റോബിൻ അത് വളരെ വ്യക്തമായിട്ട് ആ ഒരു വിഷയം അവതരിപ്പിച്ചു. ശ്രീ ജോസഫ് ബെന്നി, അങ്ങേ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഭാരതം മുഴുവൻ നേരിടുന്ന ഈ ഒരു വിഷയം, അത് ഈ ഒരു മുനമ്പം സമരത്തിലൂടെയാണ് അതിന്റെ ഒരു തീവ്രത അത് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്, ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഈ ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം നൽകുന്ന അങ്ങേക്കൊരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമരം ആരംഭിച്ചിട്ട് 30 ദിവസത്തോളം അത് പിന്നിടുന്നു. പക്ഷേ അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു വിഷയം മുനമ്പം ജനത നേരിട്ടത്. ഈ പറയുന്ന പാർട്ടികൾ, അത് ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, അവർക്ക് പലപ്പോഴും ഈ മുനമ്പം സമരസമിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ചർച്ചകൾക്കൊക്കെ വരുമ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ പ്രകാരം ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാനുള്ള ആർജവം അല്ലെങ്കിൽ നട്ടല് പലർക്കും ഇല്ലാതെ പോകുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് വന്ന ഒരു വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഈ വഖഫിന്റെ മുൻ ചെയർമാനായിരുന്ന റഷീദ് അലി ശിഹാബ് തങ്ങൾ ഇപ്പൊ ഒരു ബ്ലെയിം ഗെയിം ആണ് നടത്തുന്നത്. അതായത് ടി കെ ഹംസ ഉള്ള കാലത്തായിരുന്നു ഈ ഒരു മുനമ്പം ജനതയ്ക്ക് ഒരു നോട്ടീസ് അയച്ചത്, താനല്ല അയച്ചത്. പക്ഷെ അവിടെ പോലും ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാനുള്ള ഒരു നട്ടല് ഇല്ലാതായി പോകുന്നു. സത്യത്തിൽ ഈ ഒരു വിഷയം പരിഹരിക്കണമെങ്കിൽ ഇത് വഖഫ് ഭൂമി അല്ല എന്ന വ്യക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല? ഒപ്പം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അങ്ങ് നേരിട്ട് പങ്കെടുത്ത ആളാണ്. അതിന്റെ കൂടി വിശദാംശങ്ങൾ അങ്ങേക്ക് പങ്കുവയ്ക്കാം. ഞങ്ങള് തുടക്കത്തിൽ ഇത് എന്താണ് സംഭവം എന്ന് അറിയാതെ പകച്ചു പോയ ഒരു സമയമാണ്. കരമടക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കരമടക്കാൻ പറ്റില്ല, ഇത് വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടിയാണ്, ഇതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്.
ഞങ്ങളപ്പോ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഇതിന്റെ 1950കളിലെ ആധാരം ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടേക്കുന്നത് 1900, എന്റെ വീട് ഞങ്ങൾ വാങ്ങിച്ചത് 1990-ലാണ്, 89-ൽ തുടങ്ങിയെങ്കിലും ഈ 90-ലെ ആധാരം അത് പല പ്രാവശ്യം പണയം വെച്ചിട്ടുണ്ട്. പിന്നെ അത് അപ്പച്ചനും അമ്മിച്ചിയും അമ്മിച്ചിയുടെ മരിച്ച് 99-ൽ മരിച്ചാണ്. അതിനുശേഷം ഞങ്ങൾ പാർട്ടീഷൻ ചെയ്തു. അപ്പൊ മൂലാധാരം കാണുന്നത് 90-ലെ ആധാരമാണ്. ഇത് കേട്ടപ്പോ ഞങ്ങളും അക്ഷരാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗവൺമെന്റുമായി ചേർന്ന് 2 വർഷവും 7 മാസവും മുന്നോട്ട് പോയി. അപ്പോഴാണ് ഓരോരോ ഡോക്യുമെന്റുകൾ കിട്ടുന്നത്. ആ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ 1950-ലെ ആധാരം കിട്ടുന്നു. അപ്പൊ അത് ശരിയായി പഠിക്കുന്നു, നിയമവിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യുന്നു. അതിനുശേഷമാണ് 62-ലെ ഇങ്ങനെ കേസുകൾ നടക്കുന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നത്. തുടക്കത്തിലേ ഞങ്ങളൊരു ഇവിടെ താമസക്കാരുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന വയനാട്ടിലൊരു വക്കീൽ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ എന്തെങ്കിലും വേണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂളുകളിൽ പോയാണ്. അപ്പൊ റേഷൻ കാർഡ് ഉണ്ടോ? അന്നേരം ഞങ്ങൾക്ക് അറിയില്ല റേഷൻ കാർഡ് ഉണ്ടോ ഈ കാലഘട്ടത്തിൽ. സ്കൂളുകളിൽ പഠിച്ചെന്ന് നോക്കി കഴിഞ്ഞപ്പോ അവിടെ ഒന്നും പഠിച്ചിട്ടില്ല, ആശാമാരുടെ അടുത്താണ് ഇരുന്നേക്കുന്നത്. അങ്ങനെ നിരന്തരം നടന്നു ഓരോന്നോരോന്ന് ഇവിടെ ആരും ഞങ്ങളെ പഠിപ്പിച്ചു തന്നിരുന്നില്ല. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് കാണിക്കുന്ന ഒരാളും ഒന്നും പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ തന്നെ വീട്ടിലിരുന്ന് ഇതിങ്ങനെ പഠിച്ച് വന്നപ്പോൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചു വന്നപ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് 75-ലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റ് കിട്ടുന്നത്. അതിലൊക്കെ ഇത് ഗിഫ്റ്റ് ഡീഡ് ആണ് എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളും പറയണത്, അല്ല ഇത് ശരിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഓരോ നിയമജ്ഞരും ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴാണ് ഇത് വഖഫല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ ഒരു നിയമം വന്നത് വഖഫ് അല്ലാത്ത ഒരു പ്രോപ്പർട്ടിയെ വഖഫാണ് എന്ന് പറഞ്ഞ് ഇത്രമാത്രം ദുരന്തത്തിലാക്കിയ ഒരു നിയമവ്യവസ്ഥിതിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അതായത് ഈ 2 വർഷവും 7 മാസവും ഞങ്ങള് കഴിഞ്ഞ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങൾ, ഞങ്ങളെ ഒരു സംസ്കാരം, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓഖി വന്നു, ആകെ ദുരന്തത്തിൽ വന്നു. ആ സമയത്ത് ഞങ്ങൾ ഫിഷിംഗ് ബോട്ടിൽ പോകുന്ന ആളുകളാണ് ഇവിടുത്തെ 95% ആളുകളും. ആ ദുരന്തം വന്നു, അതിനുശേഷം പ്രളയം വന്നു. അത് നമ്മുടെ കേരളത്തിന് ആകെ നിശ്ചലമാക്കിയ ഒരു സംഭവമാണ്. അതും കഴിഞ്ഞ് വരുന്ന സമയത്താണ് പ്രളയത്തിന് ശേഷമാണ് കൊറോണ വരണത്. കൊറോണക്ക് ഞങ്ങളെ കൂടുതൽ ഏൽപ്പിച്ച ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലായിട്ട് ഞങ്ങളാണ്, ഞങ്ങളുടെ ഏരിയ. കാരണം ഞങ്ങൾ തൊട്ടടുത്തുള്ള വീടുകളുമായിട്ട് നല്ലോണം സമ്പർക്കം നടത്തി പോരണതാണ്. മറ്റേ ടൗൺ ഏരിയകളിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്നും അപ്പുറത്തെ മുറിയിലെ ആളുകളെ കാണാൻ പറ്റാത്ത രീതിയിലുള്ളവരല്ല ഞങ്ങള്. വിശാലമായിട്ട് എല്ലാവരുമായിട്ട് ഇപ്പൊ ഒരു ആഘോഷങ്ങളായാലും എല്ലാവരും സഹകരിച്ചു പോകുന്ന ഒരു സ്നേഹത്തിൽ അതീതമായ ജീവിതം നയിക്കുന്നവരാണ് ഞങ്ങളുടെ അയൽവാസികളും. അതുകൊണ്ട് തന്നെ കൊറോണ കാർന്ന് പിടിച്ചു. അത് കൂട്ടത്തിലെ 10-12 പേരാണ് ഫിഷിംഗ് ബോട്ടുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും ഫിഷിംഗ് ബോട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഹാർബറുകൾ അടച്ചിട്ടു. ഏറ്റവും കൂടുതൽ 2 ഹാർബറാണ് ഞങ്ങൾക്കുള്ളത് തൊട്ടടുത്തായിട്ട്. ഈ ഹാർബറുകൾ അടച്ചിട്ടതോടുകൂടി ഞങ്ങളുടെ സാമ്പത്തിക നില ആകെ തകർന്നുപോയി. അപ്പൊ ചോദിക്കും, മറ്റു പല സ്ഥലങ്ങളിലും ഈ വിഷയമില്ല. മറ്റൊന്ന് ജോലിക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശമ്പളം വന്നുകൊണ്ടിരിക്കുന്നു. അതല്ല, ഇപ്പൊ കായലിൽ മീൻ പിടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഏറ്റിരുന്നില്ല. കാരണം 2 പേരോ ഒരാളൊക്കെയാണ് അവിടെ പോയി മീൻ കൊണ്ടുവന്നതും അത് പല സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഈ മത്സ്യം പിടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ചേരുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും ഈ ഹാർബറുകളൊക്കെ അടച്ചിട്ട് ആകെ അക്ഷരാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങളെ ഏറ്റതും ഞങ്ങൾക്ക് തന്നെയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സ്വസ്ഥമായിട്ട് ഇങ്ങോട്ട് ജീവിച്ച് ഹാർബറിൽ നിന്നൊക്കെ നല്ലൊരു കാച്ചിങ് വന്ന് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിഷയം വന്നത്. അപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ട് ഇപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും രക്ഷപ്പെടാൻ. പിന്നെ ഞങ്ങള് ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾക്ക് കരമടച്ച് കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇത് തീർന്നു എന്നാണ്. പക്ഷെ പിന്നെയാണ് പെട്ടെന്നാണ് 2 ആളുകൾ വന്നിട്ട്
കേസ് കൊടുക്കുന്നത്, അത് കൊടുക്കാൻ പറ്റൂല എന്നും പറഞ്ഞു. അപ്പൊ ഞങ്ങള് അതാരായിരുന്നു കേസ് സ്വരൂപിച്ച് കൊടുത്തത്? ആരായിരുന്നു കേസ് കൊടുത്തിരുന്നത്? നാസർ മനയിലും അബ്ദുൽ സലാം എന്ന് പറയുന്ന 2 വ്യക്തികൾ. പോപ്പുലർ ഫ്രണ്ടുകാർ. അതെന്താ വിളിച്ചു നോക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടുകാർ കൊടുത്തത്. രണ്ടുപേരും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരാ. അവര് കേസ് കൊടുത്ത് ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തന്നു. സിംഗിൾ ബെഞ്ച് ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾ കിട്ടിയ ഞങ്ങൾ അപ്പോഴും സമാധാനമായി. പക്ഷേ തൊട്ടടുത്ത് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സ്റ്റേ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോലും ആരോടും മിണ്ടാത്ത അവസ്ഥയായി പോയി. കാശ് പണം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ 1000 രൂപ വീതമാണ് ഞങ്ങളൊക്കെ സ്വരൂപിച്ചെടുത്തത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതെന്ത് നടക്കുന്നു, എങ്ങനെയാണ് പോകുന്നത്? ഞങ്ങൾ ഒരു 3-4 ആളുകള് ഇതിന്റെ പിന്നിൽ നടന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞാനിപ്പോ ജോലി ഫുള്ള് മാറ്റി വെച്ചിട്ട് ഇതിന്റെ പിന്നിൽ തന്നെ നടക്കണം. പിന്നെ പണം കിട്ടുമോ? കേസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 4-5 കേസുകൾ ഞങ്ങൾ വേഗം കൊടുത്ത് അങ്ങനെ ഇട്ട്. പക്ഷെ കേസ് നടത്തണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം വേണ്ടേ? എറണാകുളത്ത് പോകണ്ടേ? വക്കീലന്മാരെ കാണണ്ടേ? അനുബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതെ വന്ന് അവസാനമാണ് ഞങ്ങൾ രൂപതയിലേക്ക് പോകുന്നത്. അച്ഛൻ്റെ അടുത്തും പിതാവിന്റെ അടുത്തും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, പിതാവ് വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് പോണത്. ഈ നില പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങും പിടിച്ചാൽ നിർത്താൻ പറ്റൂല. ജോഷി അച്ഛനെ പോയി കാണാണ്. എല്ലാ മെത്രാന്മാർക്കും ലെറ്റർ എഴുതുന്നു, ഇതിന്റെ അവസ്ഥകൾ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട്. അപ്പൊ ജോഷി അച്ഛനെ കണ്ടതോടുകൂടി അതിന് വേറൊരു ലെവൽ വന്നത് എന്താണ്? അച്ഛനായ അക്ഷരം ഞെട്ടിപ്പോയി. അച്ഛന് ഇതിനു മുമ്പ് നിയമ പണ്ഡിതനല്ലല്ലോ, തിയോളജിയും എഴുത്തുകാരനാണ്, ആ രീതിയിലുള്ളവരാണ്. പക്ഷെ നിയമത്തിന്റെ രീതിയിലേക്ക് വന്ന അച്ഛനിപ്പോ ഒരു നിയമജ്ഞനായിട്ട് മാറി. ഇതെല്ലാം പഠിച്ചു. ഞങ്ങളുടെ വികാരിച്ചൻ അതേപോലെ തന്നെ ഓരോന്ന് നന്നായിട്ട് സെർച്ച് ചെയ്ത് ഇത് എന്താണ് ഈ കാണുന്നത്, അപ്പോഴാണ് ഇതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുന്നത്. അപ്പൊ വഖഫ് അല്ലാത്ത ഒരു പ്രോപ്പർട്ടിയെ വഖഫാണ് എന്ന് പറഞ്ഞ് ഒരു വലിയ ദുരന്തത്തിലേക്ക് എടുത്തു വയ്ക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് 22-ാം തീയതി ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണോ വഖഫിൽ ഇത് വഖഫല്ലാത്തൊരു പ്രോപ്പർട്ടി വഖഫ് ബോർഡിലെ അസറ്റിലേക്ക് എടുത്തു വെച്ചത്, അത് അവിടെ നിന്ന് റിലീസ് ചെയ്ത് തന്നാൽ പ്രശ്നം തീരും. അത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പ്രതീക്ഷയും. ഈ നിയമത്തിന്റെ പിന്നിലൂടെ ഇത് വഖഫല്ലാത്തൊരു പ്രോപ്പർട്ടി നിയമത്തിലൂടെ പോയി വർഷങ്ങളോളം കേസ് നടത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം ഒരു പ്രാവശ്യം ഞങ്ങൾ വിറ്റുപോയതാണ്. ആ വിറ്റുപോയ പ്രോപ്പർട്ടിക്ക് അവരവിടെ ഫണ്ട് ഉപയോഗിച്ച് അവരവിടെ ബിൽഡിംഗ് നിർമ്മിച്ചു, സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞതാണ്. വീണ്ടും ഞങ്ങളെ അപ്പൊ പറഞ്ഞു, അബ്ദുൾ റഹ്മാൻ മന്ത്രി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വഖഫ് തന്നെയാണ്. ആദ്യം ഞങ്ങൾ ചെന്നപ്പോ ഇതിന് പകരം വേറൊരു സ്ഥലം കൊടുക്കാം, അതുകൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞു. പക്ഷേ അതിലൊരു വീണ്ടും അടുത്ത ആള് ഒരു പ്രാവശ്യം വിറ്റ് അവരോട് ഫണ്ട് ഉപയോഗിച്ച് ബിൽഡിങ്ങും അവിടെയുള്ള പണവും അവിടെയുള്ള സ്ഥലവും എന്തുകൊണ്ട് വഖഫാണ് എന്ന് പറഞ്ഞ് പിടിക്കുന്നില്ല? അതിനുപരി ഈ സ്ഥലമാണ് അവർക്ക് ആവശ്യം. ഈ സ്ഥലത്തിന് ഇമ്പോർട്ടന്റ് വരുന്നു. ഈ സ്ഥലം ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരുന്നു. ഇത് ഞങ്ങള് മത്സ്യത്തൊഴിലാളികളുടെ സ്ഥലമായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ പണം കൊടുത്തു, അതിനു മുമ്പ് 34 വർഷം കേസ് നടത്തി, ആ ഫണ്ട് അവിടെ ഉപയോഗിക്കുന്നു. വീണ്ടും ഇനി കുറച്ചാൾ കഴിയുമ്പോൾ പറയും ഞങ്ങൾക്ക് എന്ത് 400 അല്ല എന്ത് കിട്ടിയാലും ഇതാണ് വഖഫ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾക്കാരും വരും. പക്ഷെ ഇത് വഖഫല്ല. നമ്മുടെ ഒറ്റ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ വഖഫ് അല്ലാത്തൊരു പ്രോപ്പർട്ടി ഈ വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുക്കാൻ കാണിക്കുന്ന ആ ആർജവത്വം, അത് ആർക്ക്? ഇവിടെ താമസിക്കുന്ന 610 ആളുകൾക്ക് നോട്ടീസ് കൊടുത്തു. ഇപ്പൊ പറയുന്നുണ്ട് 12 പേർക്ക് നോട്ടീസ് കൊടുത്തു. ഒന്ന് സാമാന്യ ബോധമുള്ള അല്ലെങ്കിൽ മതേതരത്വ ബോധം ജനാധിപത്യ ബോധമുള്ള ആളുകൾക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റണല്ലേ? 610 കുടുംബങ്ങള് അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. പണം കൊടുത്ത് വാങ്ങിച്ചിട്ട് 34-33 വർഷം കഴിഞ്ഞപ്പോ അത് താമസക്കാർക്ക് നോട്ടീസ് നൽകാതെ അവരുടെ എല്ലാ അവകാശങ്ങളും കാർന്നു നിന്ന് പിടിച്ചു വെച്ചിട്ട് അസറ്റിലേക്ക് എടുത്ത് എഴുതി വെക്കുന്ന ഒരു നിയമവ്യവസ്ഥ, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഇനി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്, എനിക്കറിയാം, എൻ്റെ മകള് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു IELTS പഠിക്കണമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് കോച്ചിങ് ചെയ്ത് 7.5 പോയിന്റ് കിട്ടിയിരുന്നു IELTS. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് 20 സെന്റിന്റെ ഒരു ആധാരം കൊണ്ടുവന്ന് ബാങ്കിൽ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് നടക്കണില്ല. എൻ്റെ മകള് കൈവിരിച്ചു നിന്ന് കൃപാസനത്തിൽ പോയിട്ട് ഇത് നടക്കൂല, ഇത് പ്രശ്നമാണ് തീരുമെന്ന് പറഞ്ഞാൽ കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ എൻ്റെ
കിടക്കപ്പായ കിടന്ന് കണ്ടിട്ട് ഞാൻ ഇതിന് കരയുമായിരുന്നു. എനിക്കൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയില്ല എന്നുള്ളതല്ല, ഈ കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുമ്പോ അവരുടെ വിശ്വാസം പോകൂലേ? അവർ പിള്ളേരല്ലേ? അത് അനുഭവിച്ച ഒരു വ്യക്തി എന്റെ അത്രയും മാനസിക വീട്ടിലൊരു വർഷം നിൽക്കേണ്ടവരാണ്. അത് അനുഭവിച്ച മാനസിക നില പുറത്തു പോകും. ഞാൻ ഉടനെ തന്നെ സമാധാനിപ്പിക്കും, അത് കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പോ ശരിയാവും, ഇപ്പൊ തന്നെ പ്രശ്നം, ഇപ്പൊ തന്നെ നമുക്ക് ഗവൺമെന്റ് ഇപ്പൊ തന്നെ നമുക്ക് പ്രശ്നം പരിഹരിക്കും, നമുക്ക് ആ പ്രോപ്പർട്ടി വെക്കാം, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകും. എത്ര നാള് പിടിച്ചു നിന്ന്? അത് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ വേദന മനസ്സിലാവുള്ളൂ. 20 വയസ്സായ ഒരു കുട്ടി ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തു പോകണം, അവരുടെ കൂടെയുള്ള എല്ലാവരും, എന്നാൽ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയേക്കുന്നത് 7.5 കിട്ടിയതാണ്. എന്നിട്ടുണ്ടായ മാനസികാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ കരഞ്ഞേക്കണത് എനിക്ക് മാത്രമേ അത് അറിയാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ദൈവമേ, ഇനി ഒരു കുട്ടിക്കും ഇതേപോലെയുള്ള അവസ്ഥ ഉണ്ടാകരുത്. ഇതെന്ത്, അതിനുശേഷം നമുക്കിത് നിയമത്തിന്റെ മുന്നിലും അല്ലെങ്കിൽ പുറം ലോകം അറിയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ അത്രമാത്രം സ്ട്രെസ് എടുത്ത് ഇത് പഠിച്ചെടുത്തിട്ട് എല്ലാവരോടും സംസാരിച്ച്, ഇത് മാത്രം, വേറെ ഒരു ജോലിക്കും പോവാതെ ഫുൾ ടൈം നടന്നാണ് നമ്മളിതിന്റെ, ഞാനും അച്ഛനും ഞങ്ങളുടെ വികാരിച്ചനും അതേപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 2-3 പേര് മാത്രമായിട്ട് ചുരുങ്ങിയിരുന്നു. കാരണം എന്താണ്, ഇത് നടന്നിട്ട് ഒന്നും ആവണില്ലല്ലോ. 2-3 വർഷം 3 വർഷമാകുമ്പോഴല്ലേ ഇവരെന്താണ് ഈ ചെയ്യണമെന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോവുകയാണ്. അപ്പൊ ഇത് വഖഫല്ല, നമ്മുടെ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, വഖഫല്ലാത്ത ഒരു പ്രോപ്പർട്ടി വഖഫ് ബോർഡിലേക്ക് എഴുതി വെച്ച് അതിന് നമുക്ക് അതേപോലെ തന്നെ എടുത്ത് മാറ്റി തരണം. യെസ്, വ്യക്തമാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. വളരെ വൈകാരികമായിട്ടാണ് ആ മുനമ്പം ജനത നേരിടുന്ന ആ ഒരു വിഷയം ശ്രീ ജോസഫ് ബെന്നി അവതരിപ്പിച്ചത്. ശ്രീ PC ജോർജ്, നമുക്ക് കണ്ണീരോടെ മാത്രമേ ഈ ഒരു പ്രശ്നം നമുക്ക് ഇപ്പൊ ജോസഫ് ബെന്നി പറഞ്ഞ ആ ഒരു വിഷയമൊക്കെ നമുക്ക് ശ്രമിക്കാൻ സാധിക്കത്തുള്ളൂ. ജോസഫ് ബെന്നി പറഞ്ഞ ആ ഒരു വിഷയം ഒരു പ്രശ്നം മാത്രമാണ്. ഇതുപോലെ 100 പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങൾ നേരിടുന്നു. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം ജോർജ്, ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്നറിയോ? 1870 ഈ മുൻപം മേഖലയിൽ മനുഷ്യൻ കുടിയേറിയിരുന്നു എന്നതാണ് സത്യം. ആരും നിഷേധിക്കണ്ട, മനസ്സിലായില്ലേ? മറ്റൊന്ന്, അവിടെ താമസിക്കുന്ന 610 പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും ഈ ഫറൂഖ് കോളേജിന് സെന്റിന് അവിടെ നിലവിലുള്ള വിലയുടെ ഇരട്ടി വില കൊടുത്ത് ആധാരം ചെയ്ത് മേടിച്ച ഭൂമിയാണ്. ഈ ഫറൂഖ് കോളേജ് അവിടെ ഉണ്ടാക്കി വെച്ച കെട്ടിടങ്ങൾക്ക് മുന്നിൽ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കാശ് ഇവന്മാർ പിടിച്ചു പിടിച്ച് ഈ കള്ളന്മാര് എന്നുവെച്ചാൽ അവന്മാർ ഇപ്പോഴും വഖഫാന്ന് പറയാൻ അവന്മാർക്ക് എന്താ അവകാശം? മിസ്റ്റർ ജോസഫ് പറഞ്ഞ മുഴുവൻ സത്യമെന്ന് എനിക്കറിയാം. അവിടുത്തെ ബന്ധിനായ വികാരിച്ചന്റെ വേദനയും കരച്ചിലും ഞാൻ കണ്ടതാ, ഞാൻ പോയി, എനിക്കറിയാം. അതായത് കോടതി പിന്നെ ഈയിടെ ദൈവം അനുഗ്രഹിച്ചു, ഈ രാജ്യത്ത് നമുക്ക് ആകെ വിശ്വാസം കോടതിയാണുള്ളൂ. ഈ നാണം കെട്ടവന്മാരുടെ ഭരണത്തിനകത്ത് രക്ഷ കോടതിയാണ്. ഹൈക്കോടതി വളരെ സുന്ദര വിധിവരം തന്നിട്ടുണ്ട്. ഇപ്പൊ 52A എല്ലായിടത്തും വള്ള കളഞ്ഞു കോടതി, ഒന്നും ഇല്ലടാന്ന് പറഞ്ഞു. ഇത് നീയൊക്കെ നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് അവിടെ കിടക്കുന്ന ജനമാണ്. അതുകൊണ്ട് ഇതിനകത്ത് നിന്റെ നിയമത്തിനകത്ത് മുൻകാല പ്രാബല്യം പറഞ്ഞിട്ടില്ല, നീ പോകാൻ പറഞ്ഞു. ദുബായിയുടെ കോടതിക്ക് നമോവാകും. ആ കോടതിയെ പല ചെയ്തതിന് നന്ദിയുണ്ട്. ആ ജഡ്ജിക്ക് ദീർഘായുസ് നേരുന്നു. ഞാനൊരു കാര്യം ചോദിക്കാൻ ശ്രീ ജോസഫ് ബെന്നി സൂചിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട്. നമ്മുടെ തീരദേശ മേഖല നമുക്കറിയാം, വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ തീരദേശ മേഖല. ഈ മുംബൈയിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായപ്പോൾ ഭീകരർ വന്നത് ഈ കടൽ പ്രദേശത്തോടു കൂടിയാണ്, ആ പ്രദേശ മേഖലയിലൂടെയാണ് അവർ എത്തിയത്. അപ്പോൾ ഈ പറയുന്ന കൂട്ടർ ഈ മുനമ്പം പ്രദേശം, ആ ഒരു തീരദേശ മേഖലയെ നോട്ടം വെക്കുന്നതിന് പിന്നിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു നിഗൂഢ ലക്ഷ്യങ്ങൾ നമുക്ക് സംശയിക്കാൻ സാധിക്കില്ലേ? ഒരു സംശയമില്ല. ഞാനത് ജോസഫ് സംസാരിച്ചപ്പോ ഇടയ്ക്ക് കയറി പറഞ്ഞല്ലോ പോപ്പുലർ ഫ്രണ്ടുകാരാണെന്ന്. അതായത് ഈ മുൻപം മേഖല മുഴുവൻ അവർ എന്ത് വില കൊടുത്തും വാങ്ങും തീരുമാനിച്ചിരിക്കുക. ഈ പാവങ്ങൾക്ക് ഇല്ലാത്ത വില ഇപ്പൊ ഇത് ഈ വഖഫ് പറഞ്ഞ് കസ്റ്റഡി എടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ അത് നടക്കുകയില്ല, അത് ധൈര്യമായിട്ടൊന്നും നടക്കുകയില്ല. എനിക്ക് ഒരു ഭയവും ഇല്ല, 100%. പക്ഷേ ജോസഫിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വസ്തു നിങ്ങൾ വിൽക്കരുത്. ഇവന്മാരില്ലാത്ത വില പറഞ്ഞ് മേടിച്ചത് ഒരു ഭീകര താവളമാക്കാൻ പോവുകയാണ്. ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഇസ്ലാമിസ്റ്റുകളെ, ഇസ്ലാം തീവ്രവാദികളെ, മുസ്ലിങ്ങളെ മോശമായിട്ട് കാണണ്ട, എത്രയോ മാന്യന്മാരായ മുസ്ലിങ്ങളുണ്ട്. ഞാൻ ഈരാറ്റോട്ടക്കാരനല്ലേ, എത്രയോ മാന്യന്മാർ. അച്ഛൻ പറയാ, ആ പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ അപകടകരമായി നീങ്ങുകയാണ്. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ആരുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല.
നമ്മൾ പറയാ വലിയ തങ്ങളന്മാരാ, അയ്യോ തങ്ങളന്മാരാ കുഴപ്പമില്ലോ എന്ന് പറഞ്ഞാൽ അവരതിന് മുന്നിൽ നിൽക്കുന്നത് നമ്മളറിയുന്നില്ല. വലിയ അപകടകരമായ നിലയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അവിടുത്തെ ഭൂമി ഒരു കാരണവശാലും നിങ്ങളൊന്നും ഭയപ്പെടേണ്ട. കേന്ദ്ര ഗവൺമെന്റ് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, അമിത്ഷായുടെ പ്രസ്താവന ഇന്നലെ വന്നിട്ടുണ്ട്. വളരെ നരേന്ദ്രമോദിജി ആകുമ്പോൾ പുള്ളി ഒരു ഇച്ചിരി സൗമ്യനാ. അമിത്ഷാ ആകുമ്പോൾ ഒരു സൗമ്യവും ഇല്ല, പുള്ളി തീർത്ത് കളഞ്ഞോളും. അതുകൊണ്ട് മര്യാദയ്ക്ക് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. 2007 അച്യുതാനന്ദൻ ഗവൺമെന്റ്, VS അച്യുതാനന്ദൻ എന്റെ ഏറ്റവും അടുത്ത ആളാ കേട്ടോ, പാവം അസുഖമായിട്ട് കിടക്കുക, മിണ്ടാമ്പല. അങ്ങേരുടെ കാലത്ത് വന്ന വഖഫ് ബോർഡിന് നസീർ എന്ന് പറയുന്ന ആ മാന്യനാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന് ഞാൻ ആദ്യം എഴുതി വെച്ചത്. അപ്പം മുതലാണ് ഈ ഭൂമിക്കെട്ട് പാര തുടങ്ങിയത്. അതായത് കമ്മ്യൂണിസ്റ്റുകാർ അറിഞ്ഞിരിക്കണം, ഇവിടുത്തെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ നിങ്ങളെ എല്ലാം തിന്നാൻ നടക്കുന്ന ആളുകളാണ് വഖഫ് ബോർഡെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. 2007 ഇത് എങ്ങനെ മുന്നോട്ട് പോകും? നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അതല്ലേ അങ്ങ് ഉദ്ദേശിച്ചത്? ആ നസീറിന്റെ കമ്മീഷൻ റിപ്പോർട്ടല്ലേ ഈ കുഴപ്പം ഉണ്ടാക്കിയത്. ഇല്ല, അതിനങ്ങോട്ട് ആളുകൾ കയറുകയായിരുന്നല്ലോ. അതുകൊണ്ട് ജോസഫിനോട് എനിക്ക് പറയാനുള്ള, ജോസഫെ, 1 സെന്റ് ഭൂമി വിറ്റേക്കരുത്. ഈ രാജ്യത്തോട് സ്നേഹം കൊണ്ട് ഭാരതം, മഹത്തായ ഭാരതത്തെ സ്നേഹിക്കുന്ന നിങ്ങൾ വിൽക്കരുത്. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ പാലാ ബിഷപ്പ് പറഞ്ഞല്ലോ, അവിടെ ഇറങ്ങിപ്പോകേണ്ടി വന്നാൽ എല്ലാവർക്കും 10 ലക്ഷം രൂപയുടെ വീട് വെച്ച് തന്നേക്കാന്ന് ഞങ്ങളുടെ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞല്ലോ. പിന്നെന്താ നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? ഒന്നും ഭയപ്പെടണ്ട. സാമ്പത്തിക പ്രശ്നം ബുദ്ധിമുട്ടുണ്ട്, അതും പരിഹരിക്കാൻ ആ ബിഷപ്പിനെ വിളിച്ചോളൂ. ആ കാര്യം ഞാൻ നിങ്ങൾ ഒരു ഭയം ഇല്ലാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഒരു ഭയവും വേണ്ട. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഒപ്പം തന്നെ ശ്രീ PC ജോർജ്, ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായിട്ടുള്ള ചില കാഴ്ചകൾക്ക് കേരള പൊളിറ്റിക്സ് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഈ നിയമസഭയിൽ അങ്ങേക്ക് അറിയായിരിക്കും, പരസ്പരം ഈ കടിച്ചു കയറുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും. ഈ കാര്യത്തിൽ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ഒന്നിപ്പോടുകൂടി പെരുമാറാൻ സാധിച്ചത്? കേട്ടോ, ഞാൻ ഇങ്ങനെയൊന്ന് ചിന്തിക്കുക, ദൈവം തമ്പുരാന് എങ്ങനെ സംഭവിച്ചത്? പിണറായി വിജയൻ അത് ചെയ്തോട്ടെ, CPM അത് ചെയ്യട്ടെ, CPM തീരുമാനമെടുത്തു, ആയിക്കോട്ടെ, പാവപ്പെട്ട മത്സ്യങ്ങളെ കൊല്ലണം, ഓക്കെ. ഞാൻ KM മാണിയുടെ, മാണി സാറിന്റെ പാർട്ടിയല്ലേ ജോസ് കെ മാണി എന്ന് പറഞ്ഞ തൊപ്പിയാൻ? അവൻ MP അല്ലേ? അവൻ 5 MLA കൈവക്ക് കൊടുത്തു, മിന്നെ എന്ന് പ്രസംഗിക്കുകയായിരുന്നു. ഇതൊക്കെ എനിക്ക് ഏറ്റവും ദുഃഖം. ആ ജോസഫ് അയാളും കൈവക്കാൻ പോയി. ആ മോൻസ് ജോസഫ് എന്തിനത് ചെയ്തു? മനസ്സിലായില്ലേ? മോൻസ് ജോസഫ് MLA, റോഷി അഗസ്റ്റ് ഉൾപ്പെടെയുള്ള 5 MLA പ്രമേയം കേന്ദ്രത്തിലെ പാസ്സാക്കിയത്. ഇവന്മാരെന്നാ കേരള കോൺഗ്രസ്? അത് കോളറ കോൺഗ്രസ്, കേരള കോൺഗ്രസ് അല്ല. ഇത് പിരിച്ചുവിടണമെന്ന് ഞാൻ പറഞ്ഞതാ, ഒരു കാര്യമില്ല. എന്തൊരു അപകടകരമായ സ്ഥിതിയാ ഇത്. ജോസഫിന് എന്ത് പറയാനുണ്ടെന്ന് എനിക്ക് അറിയാൻ കൊള്ളാൻ ആഗ്രഹമുണ്ട്. ജോസഫ് ഈ രാജ്യത്ത് ഇടുക്കി മുഴുവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നടക്കായിരുന്നല്ലോ. ഒരാൾക്ക് പട്ടയം കൊടുക്കാതെ റവന്യൂ മന്ത്രിയായിട്ട് 5 കൊല്ലം ചെത്തിവനാ PJ ജോസഫ്. മനുഷ്യ കളിപ്പിക്കുകയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ മാണി സാറുമായിട്ട് ഞാൻ മസ്കറ്റ് വട്ടം വെച്ച് വഴക്കുണ്ടായി. ഞാൻ ചോദിച്ചു, നിങ്ങൾ ധനകാര്യ മന്ത്രിയും ഒരാൾ റവന്യൂ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാം കൂടെ ആ ഇടുക്കിയിലെ പാവപ്പെട്ട കൃഷിക്കാരന് പട്ടയം കൊടുത്താൽ എന്നാ കുഴപ്പം? നിങ്ങൾ എന്ത് കാണിക്കുകയെന്ന് ചോദിച്ചു. ഉടനെ ഒരു പറഞ്ഞ വാക്ക്, കൊടുക്കാന്ന് പറഞ്ഞു. കൊടുക്കരുത്, കൊടുത്താൽ അവർ ഇട്ടേച്ചു പോകുന്നു. മനസ്സിലായില്ല? ഇടുക്കിയിലെ ജനം നമ്മുടെ പുറകെ നിൽക്കണമെങ്കിൽ അത് ഉദാഹരണം പറഞ്ഞു. പശുവിന് ഈ ചക്കവടൽ കാണിച്ച് കൊണ്ടുകിടക്കണം, അല്ലെ അവൻ ഇട്ടേച്ചു പോകുന്നു. അത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാണ് ജോസഫ്. മനസ്സിലായില്ലേ? മാണിയുണ്ട്, മാണി സാർ ആ കാര്യത്തിൽ ഒരുമിച്ചായിരുന്നു. ഇതൊക്കെ കേരള കോൺഗ്രസിന്റെ പേരും പറഞ്ഞ്, കൃത്യമായിട്ട് പേരും പറഞ്ഞ് നമ്മളെ ചുറ്റിച്ച് വിറ്റതല്ലേ. ആ വിറ്റതിനൊന്നും കൂടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും എതിർത്ത് ഒറ്റയ്ക്ക് പോയത്. അല്ല, എനിക്ക് ഒരു നേട്ടം വേണ്ടല്ലോ. മന്ത്രിസ്ഥാനം കിട്ടാനാണ് ഉമ്മൻചാണ്ടി നിർബന്ധിച്ചതല്ലേ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? അച്യുതാനന്ദൻ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന എന്നോട് പറഞ്ഞതാ, എല്ലാവരുടെയും കേക്ക് ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, എനിക്ക് മന്ത്രിസ്ഥാനത്തിനോ ഏതെങ്കിലും സ്ഥാനത്തിനോ വേണ്ടോ പറയുന്നത് ആരും തെറ്റിദ്ധരിക്കേണ്ട. എനിക്ക് ഒരു സ്ഥാനം വേണ്ട, ഇനിയും സ്ഥാനമില്ലാതെ യുദ്ധത്തിൽ നിന്ന് ഞാൻ മാറുകയാണ്. എന്റെ മനസാക്ഷി, ഞാൻ ദൈവത്തിൽ വിശ്വാസിയാണ്. നല്ലൊരു ക്രൈസ്തവനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു മതസ്ഥരോട് അതുപോലെ സ്നേഹത്തിലാണ്. എന്റെ വീട്ടിൽ ഇപ്പൊ ഇരിക്കുന്ന ഓഫീസിൽ ഇരിക്കുന്ന പയ്യൻ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമായിട്ട് നല്ല ബന്ധത്തിൽ ഞാൻ പോകുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ. ഈ മുൻപത്തെ ഇഷ്യൂ എത്ര ദുഃഖകരം. ഞാൻ അവിടെ ചെന്നു, ആ അച്ഛന്റെ വേദന, ആ അച്ഛനോട് എന്ത് പറയുന്നു എനിക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിന്റെ വേദന കൊണ്ട് ആ അച്ഛനോട് എന്ത് പറയും? അതുപോലെ ഞാന് അത് റോബേഴ്സ് അറിയാൻ, ഞാൻ അവിടെ എന്ത് ചെയ്യുന്ന വെച്ചു, ഞാൻ നോക്കിയപ്പോ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യ മുമ്പിൽ ചിരിപ്പിക്കണമല്ലോ. ഞാൻ തമാശ പറഞ്ഞത് മുഴുവൻ. ജോസഫ് കേട്ടായിരുന്നില്ലേ? ഞാൻ തമാശ പറയുകയായിരുന്നു. എന്തിനാന്നറിയാച്ചോ? ഈ മനപ്രയാസം ഒന്ന് മാറി വരാൻ. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൂടത്തിൽ തന്നെ തമാശയും പറഞ്ഞു. അങ്ങനെ അച്ഛനെ പറ്റി തമാശ പറഞ്ഞു. അച്ഛന്മാരെല്ലാം, ആലപ്പുഴ എന്നുള്ള അച്ഛന്മാർ മുഴുവൻ ഉണ്ടായിരുന്നു അവിടെ.
ഏതായാലും കടലിൽ ഇറങ്ങിയാണ് ഞങ്ങൾ സമരം ചെയ്തത്. വേണ്ടി വന്ന കടലിൽ ഇറങ്ങി സമരം ചെയ്ത് പ്രതികാത്മക. ഞങ്ങളെ ആരും കടലിലാക്കാവുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കടലിൽ മുക്കാവുന്ന ഒരു എംബോക്കിയും വിശ്വസിക്കേണ്ട. അവരെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. ഒരു സംശയമില്ല. പാലാ രൂപത നിങ്ങളുടെ കൂടെ ഉണ്ട്, പിതാവ് പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ ക്രൈസ്തവ സഭ മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു പിതാവ് ഉൾപ്പെടെ, കോതമംഗലം മാത്രമല്ലല്ലോ, കേരളത്തിലെ പിതാക്കന്മാർ മുഴുവൻ നിങ്ങൾക്ക് പിന്തുണയാണ്. അതുകൊണ്ട് ജോസഫെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. ആ 610 കുടുംബങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നതിനേക്കാൾ 100 നല്ലോണം ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി തരാൻ ഞങ്ങൾക്ക് കഴിയും. ധൈര്യമായിട്ട് പോവുക. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പറയാൻ ആഗ്രഹിക്കുന്നേ, പുറത്തേക്ക് വരുമ്പം ഈ ആളുകളെ ഇവിടുന്ന് ഇറക്കി വിടുകയെന്നുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മുനമ്പൻകാർ സമരം ചെയ്യുന്നത് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ടല്ല, അവരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുക. പി സി ജോർജ് സാറ് പറഞ്ഞ സംഭവം, ഇടുക്കിയിലെ ആളുകളുടെ അവസ്ഥ ഏതാണ്? സ്ഥലമുണ്ടോ? സ്ഥലമുണ്ട്, കരമടയ്ക്കാൻ പറ്റുന്നില്ല, ഗതികെട്ടൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയാണ് മുനമ്പത്തേക്കും ചെല്ലാൻ പോകുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയക്കാരും ചേർന്ന് ഒരു തെറ്റിദ്ധാരണ, മുനമ്പത്ത് നിന്ന് ആരെയും ഇറക്കി വിടുകയാണ്. മന്ത്രിമാര് പറയുന്നു, MLA-മാര് വന്ന് പറയുന്നു, രാഷ്ട്രീയക്കാരൻ പറയുന്നു. പക്ഷെ ഈ മുനമ്പക്കാരൻ ജീവിക്കണ്ടേ, ആ പിള്ളേർക്ക് ലോൺ കിട്ടണ്ടേ, പഠിക്കണ്ടേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ജോസഫിന്റെ മകളുടെ കാര്യം കേട്ടല്ലോ, ചങ്ക് പൊട്ടുകയാ കൊച്ചിന്റെ കൈവിരിച്ചു. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള ഈ റവന്യൂ അവകാശങ്ങള്, അപ്പൊ അവർക്ക് കരമടയ്ക്കാൻ പറ്റണം, ലോൺ എടുക്കാനായിട്ട് പറ്റണം, അങ്ങനെയുള്ള റവന്യൂ അവകാശങ്ങളാണ് ശരിക്കും പറഞ്ഞ മുനമ്പൻകാരുടെ ഒരു ആവശ്യം എന്ന് പറയുക. ഇറക്കി വിടാനായിട്ട് ഇപ്പൊ കേരളം പോലൊരു സ്ഥലത്ത് ഈ 610 വീട്ടുകാരെ അങ്ങ് ഓടിച്ചങ്ങ് ഇറക്കി വിടാൻ പറ്റുമെന്നില്ല, ഈ പൊതുസംഭവം ചോദിക്കും. പക്ഷെ ഈ വ്യക്തികൾ തന്നെയാണ് കരമടയ്ക്കാൻ വേണ്ടി ചെല്ലുക. അവനോട് പറഞ്ഞ കരം അടക്കിയല്ല, ബാങ്കുകാരൻ പറഞ്ഞ് നിന്റെ ഭൂമി വഖഫിന്റെ ആണ്, നിനക്ക് ലോൺ തരികയില്ല. അപ്പോൾ ഓരോ കുടുംബങ്ങളെ അങ്ങോട്ടിട്ട് മാനസികമായിട്ട് തകർക്കുക. അപ്പൊ ഇത് മുനമ്പത്തുനിന്ന് ആരംഭിച്ചിട്ടേ ഉള്ളൂ, അത് അങ്ങ് നീളും. ഇനി ബാക്കി നമ്മുടെ മലയോര മേഖല അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് ഞങ്ങളുടെ തുടങ്ങി മലയോര മേഖലയാണ്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയെ സാമ്പത്തികമായിട്ട് തകർക്കാനുള്ള കൃത്യമായൊരു തന്ത്രമായത്. നമുക്കത് പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയാൻ എത്ര പേർക്ക് ധൈര്യം ഉണ്ടാവും എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കറിയാം, അതായത് സാമ്പത്തികമായിട്ട് ക്രിസ്ത്യാനിയെ തകർത്ത് കളയാനുള്ള വളരെ ആസൂത്രിതമായ, അത് വർഗീയവാദികളുണ്ട്, എന്ന് വെച്ചാൽ ക്രിസ്ത്യാനി തന്നെയാണല്ലോ അച്ഛൻ അവിടുത്തെ MLA-യും ജോസഫും മോൻസും ജോസ് കെ മാണിയുടെ ഉൾപ്പെടെ MLA ക്രിസ്ത്യാനി തന്നെയാണല്ലോ നമുക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്നത്. അതിനെപ്പറ്റി അച്ഛൻ ഒന്നും പറയാത്ത എന്താ? തീർച്ചയായിട്ടും പറയും. കഴിഞ്ഞ ആഴ്ച ഞാൻ പള്ളി ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറയുന്നത്. തന്നെയല്ല, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ തന്നെ, അതാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം പേര് പറയുമ്പോൾ ക്രിസ്ത്യാനിയുടെ പാർട്ടി, അച്ഛന്മാരെ കാണാൻ സ്തുതി ചെല്ലുന്നു, ഇലക്ഷൻ കാലമാകുമ്പം അരമനകൾ കയറി ഇറങ്ങുന്നു, ഭയങ്കര സന്തോഷം, എത്രമാരെ കണ്ട ഓടി പാഞ്ഞു വന്ന് മിട്ടുന്നു, ഇതെല്ലാം ഉണ്ട്. ഈ പറയുന്ന ഏതാണ്ട് 10ഓളം MLA-മാരുണ്ട്. കേരള കോൺഗ്രസ് ജോസഫിന്റെ 2 ഉണ്ട്, മാണിയുടെ 6 അല്ലേ? 5. മാണിയുടെ 5 ഉണ്ട്, നമ്മുടെ ജേക്കബിന്റെ ഒരെണ്ണമുണ്ട്, ഒരെണ്ണമുണ്ട്. ഇത്ര MLA-മാർ കേരള കോൺഗ്രസ് ലെവലിലുണ്ട്. ഒരാള് പോലും വോട്ട് ചെയ്തില്ലെങ്കിൽ വിട്ടു നിൽക്കാനെങ്കിലുള്ള ഒരു മനസ്സ് കാണിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് വല്ലാത്തൊരു സങ്കടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിറ്റ് കാശാക്കാനായിട്ട് ഇവന്മാരെല്ലാം കൂടെ ഒത്തിരിക്കുന്നു തന്നെ നമ്മൾ കൃത്യമായിട്ട് തന്നെ പറയണം, നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ സംരക്ഷകരാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് ഒരാത്മാർത്ഥതയും കാണിക്കുന്നില്ല. മാത്രമല്ല, ഇനി പാർട്ടി ഇപ്പോൾ വോട്ട് ചെയ്തോട്ടെ എന്നാ ഇന്ന് വിയോജിപ്പ് അറിയിച്ചിട്ട് വോട്ട് ചെയ്യാൻ അതിന് പോലും ഉള്ള ആർജവത്വം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. അതിലും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവരൊക്കെ യാതൊരു ഉളുപ്പും ഇല്ലാണ്ട് മുനമ്പത്ത് പോയി ഞങ്ങൾ നിങ്ങളുടെ കൂടെ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതായത് ഇവിടെ വന്നിട്ട് ചെയ്യുന്നു, പത്രപ്രസ്താവന നടത്തുന്നു, അവിടെ പോയി ഇവരോട് പറയുന്നു ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത്രമാത്രം ഈ ആളുകളെ തീരെ അങ്ങോട്ട് കുറച്ചു കാണുക. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപക്ഷെ സാറ് നമ്മുടെ ജോസഫേട്ടൻ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഇല്ലായിരിക്കും, പക്ഷെ അവർക്ക് വല്ലാത്തൊരു ആർജവത്വം ഉണ്ട്. ആ മനുഷ്യരുടെ ആർജവത്വം നമ്മൾ കാണുന്നേ. അവരെ നിങ്ങൾ ചെറുതായിട്ട് കാണല്ലേ. ഈ നേതാക്കന്മാർ അവിടെ പോയിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്ന് പറയുന്നു, നിയമസഭ വരുമ്പോൾ നേരെ വട്ടം തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു ചിത്രം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ് ഒട്ടുപിടിക്കുന്ന അത്തരത്തിലുള്ള സമുദായങ്ങളുടെ സംരക്ഷകരാണെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരോടുള്ള എന്റെ ശക്തമായ ഒരു വേദന അറിയിക്കാനായിട്ട് കൂടെ ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ബാക്കി ഉള്ളതൊക്കെ പോട്ടെ, കാരണം അതൊക്കെ ഇങ്ങനെയൊക്കെ ആയത് എന്ന് പറയാം. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ പാർട്ടികളൊക്കെ നമ്മുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാരെ സമീപിക്കുക. അതിനകത്ത് ഏറ്റവും വലിയൊരു
വേദനയായിട്ട് നമുക്കിത് മാറുന്നു. അതൊരു വലിയൊരു പ്രതിസന്ധിയാണ്. ഈ നാളുകളിൽ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർ ഒരു മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്തുകൊണ്ട് അവരുടെ നിലപാട് ഇങ്ങനെ എടുത്തില്ല എന്നുള്ളത്. അത് കേരള കോൺഗ്രസ് ജോസഫ് പാർട്ടിക്കായാലും മാണി സാറിന്റെ പാർട്ടിക്കായാലും ജേക്കബ് സാറിന്റെ പാർട്ടിക്കായാലും ബാലകൃഷ്ണ സാറിന്റെ പാർട്ടിക്കായാലും ഇവരാരും ഒരു നിലപാടെടുത്തില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ്. അപ്പൊ ഈ മുനമ്പത്ത് നിന്ന് ആരംഭിച്ച് ഇടുക്കിയിലൂടെ വന്ന് ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ സാമ്പത്തികമായിട്ട് നമ്മളെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്ത് ബിഗ് സീറോയാക്കി മാറ്റിക്കളയാനുള്ള ഒരു തന്ത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണിയറയിൽ ഒരുങ്ങി പലതരം മേഖലകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അത് മുനമ്പത്തെ വഖഫ് വിഷയമായാലും ഇത് ബാക്കി സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഇടുക്കിയിലെയും കോതമംഗലത്തെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വന്യജീവി ശല്യമായാലും വനം വകുപ്പിനെ ഇങ്ങോട്ട് കയറടിച്ചു വിട്ടേക്കുന്നതായാലും ഇങ്ങനെയൊക്കെയുള്ള ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആയുധങ്ങൾ ഉപയോഗിക്കുകയാണ്. വഖഫ് ബോർഡ് എന്ന് പറയുന്ന ആയുധം, വന്യജീവി എന്ന് പറയുന്ന ആയുധം, പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാൻ സാമ്പത്തികമായിട്ട് ബിഗ് ഷീറോയാക്കി മാറ്റാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് എനിക്ക് ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ഈ ഓൾ ഐസ് ഓൺ റാഫ എന്നൊക്കെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്താൻ വല്ലാത്ത ഒരു വ്യഗ്രതയായിരുന്നു നമ്മുടെ സെലിബ്രിറ്റീസിനൊക്കെ. പക്ഷെ ഇപ്പോൾ ജോസഫേട്ടനൊക്കെ പറഞ്ഞ ആ ഒരു വിഷയമൊക്കെ പറയുന്നത് ഒരു ചങ്കിടിപ്പോടെ മാത്രമേ കേൾക്കാൻ സാധിക്കത്തുള്ളൂ. എന്തുകൊണ്ട് നമ്മുടെ സെലിബ്രിറ്റീസിന്റെ ഈ കണ്ണുകൾ ഇവിടേക്ക് മുനമ്പത്തേക്ക് പോവാത്തത്, ഓൾ ഐസ് ഓൺ മുനമ്പം വരാത്തത്? ഒരു മലയാള സിനിമ പോലും പ്രദർശിപ്പിക്കാത്ത റാഫയിലേക്കും ഗാസയിലേക്കും ഒക്കെ ഇവരുടെ കണ്ണുകൾ വേഗത്തിൽ പോകുന്നു. പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന ഇവരുടെയൊക്കെ പല മണിമാളികകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ ഈ മുനമ്പത്തേക്ക്, ഈ അധിനിവേശം നേരിടുന്ന മുനമ്പത്തേക്ക് എന്തുകൊണ്ട് ഇവരുടെ കണ്ണുകൾ പോകുന്നില്ല ഫാദർ റോബിൻ? അതായത് ഈ മനുഷ്യാവകാശവും അതുപോലെ തന്നെ പരിസ്ഥിതി സ്നേഹം, അതുപോലെ തന്നെ ബുദ്ധിജീവികള്, പിന്നെ സാംസ്കാരിക നായകന്മാര്, ഈ പറയുന്ന പാർട്ടികളൊക്കെ ഇവർക്കൊക്കെ പിന്നെ വേറെ അജണ്ടകളുണ്ട്. നമ്മള് മുൻ ചർച്ചകളൊക്കെ നമ്മൾ പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ നയിക്കാനും ഇവർക്കൊക്കെ ഫണ്ട് കൊടുക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. അവിടെ പോയി പറയടാന്ന് പറയുമ്പം അല്ലെ, അതെ, അവാർഡ് കൊടുക്കും, ഗോൾഡൻ വിസ. അതെ, ഗോൾഡൻ വിസ കൊടുക്കും. അവിടെ പോയി പറയടാന്ന് പറയുമ്പോൾ ഇവൻ അവിടെ പോയി പറയും. ഈ പാവങ്ങൾക്ക് വേണ്ടി, ഈ പറയുന്ന മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ആരാ ജോർജി അവാർഡ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നത്? ഈ മത്സ്യത്തൊഴിലാളികളുടെ അടുക്കൽ ഇവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ എന്താ ലാഭം കിട്ടുക? ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്നാ പറയുന്നേ, നമ്മുടെ സമൂഹത്തിലെ പൊട്ടം തട്ടിക്കാനുള്ള ഒരു വലിയ തന്ത്രമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കണേ. നമ്മുടെ നാട്ടില് നമുക്കറിയാം, ഇസ്രായേൽ യുദ്ധം നടന്നപ്പോ ഇസ്രായേലോ ആ പരിസരമോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്കിടയിലൂടെ സേവ് ഗാസ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്നതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഹമാസുകാരെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുന്നു, ലെബനോണിലുള്ള തീവ്രവാദികളെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ഈ ഒരു തീവ്രവാദിക്ക് കിട്ടുന്ന വില പോലും ഈ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളിക്ക്, നമ്മുടെ ജോസഫ് പേരിനെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക്, ജോസഫ് പേരിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ തരത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇവിടെ ഉള്ളമാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ട്രംപ് നോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു ഇവിടെ എല്ലാവരും കൂടെ. പ്രാർത്ഥിക്കുന്നു. ട്രംപ് വന്നാലും ഈ കള്ളക്കച്ചവടം നടക്കാല ഇന്ത്യയില്. അതെ, മിക്കവാറും ചാനലുകാര് ഈ ഷെക്കീനായും ഈ ദീപികയും ഒക്കെ ഇത്രയും ആർജവത്വത്തോട് പറഞ്ഞത് കൊണ്ടല്ലേ ഈ ചാനലുകാരൊക്കെ ഇപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ചെറുതാക്കി കാണുന്നത്, അതായത് ക്രിസ്ത്യാനിയെ അങ്ങോട്ട് ബിഗ് സീറോ ആക്കി കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടത്. തീർച്ചയായിട്ടും മുനമ്പ സമരം ജോസ്ബേറിനെ പോലുള്ള സാധാരണക്കാരുടെ കൂടുതൽ ദൈവം കൊണ്ടെന്നുള്ളതിന്റെ ഒരു കാരണമാണത്. ഒരു പള്ളിമിട്ടത്ത് നടന്നൊരു സമരം ഇന്ന് കേരളത്തിന്റെ എല്ലാ മേഖലയിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ജോസ്ബേടാ വേറെ ഒരു കാരണമില്ല, തമ്പുരാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സാധാരണ നമ്മുടെ സ്വഭാവം അനുസരിച്ച്, ക്രിസ്ത്യാനികളുടെ പൊതു സ്വഭാവം അനുസരിച്ച് ഒരു പരിപാടി നടക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിഞ്ഞ് 4 കഷ്ണമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊതു സ്വഭാവമായിട്ട് സാധാരണ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ മുനമ്പം സമരത്തില് സഭയുടെ ആർജവത്വം കാണാൻ പറ്റുന്നുണ്ട്. അഭിവന്യ പിതാക്കന്മാര് തന്റെ ഇടത്തോടുകൂടി വന്ന് ഞങ്ങളുടെ ജനമാണെന്ന് പറയാനുള്ള ഒരു ആർജവത്വം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഇടവക വൈദികർ ഞായറാഴ്ച കുർബാനയുടെ പ്രസംഗങ്ങളുടെ സമയത്ത് അഭിമാനത്തോടെ ഈ ജനത്തിന് വേണ്ടിയിട്ട്, ഈ പാവപ്പെട്ട മുക്കുവന്മാർക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ട തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ആർജവത്തോടെ നമ്മുടെ വൈദികർ പറയും. നമ്മുടെ ആത്മായ നേതാക്കന്മാര് ദിവസങ്ങളോട് കേണ്ട നേരങ്ങളിൽ ഇറങ്ങുന്നു. അങ്ങനെ പോലെ ബിസി ജോർജിനെ പോലെയുള്ള നേതാക്കന്മാര് കുറച്ചു പേരെങ്കിലും തീർച്ചയായിട്ടും ആത്മാർത്ഥതയോടെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റൊരു കാരണമില്ല ജോസഫേട്ടാ, നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയും. ഞാൻ അവിടെ വന്നപ്പോൾ കണ്ടു ഈ ചേച്ചിമാരൊക്കെ ഈ കയ്യിൽ കൊന്തയും പിടിച്ചിരുന്ന് സമരം ചെയ്യുന്നത്. കുറെ സമരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് സമരം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കയ്യിൽ കൊന്തയും പിടിച്ചിരുന്ന് മാതാവിനെ മാത്രം ആശ്രയിച്ച് ചെയ്യുന്ന കുറെ അമ്മച്ചിമാരെ ഞങ്ങൾ അവിടെ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ തമ്പുരാനുണ്ട് എന്നുള്ളതിന്റെ ശക്തമായ ഒരു ബോധ്യമാണ്. തന്നെയല്ല, ഇത് നമ്മുടെ സഭയെ സംബന്ധിച്ച് പോസിറ്റീവായ ഒരു സൈനാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു അന്ധകാരത്തിന്റെ ശക്തിക്കും നമ്മുടെ സമൂഹത്തെ തകർക്കാനാവില്ല. നമ്മൾ കൂടെ ഉണ്ടാകും, നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയൊരു സന്ദേശം കൊടുക്കുന്നു.
തന്നെയുമല്ല നമുക്കറിയാം ഇത് ഈ ചില തീവ്രവാദ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഈ മന്ത്രിയെ പോലുള്ള ചില വർഗീയവാദികൾ ഒഴികെ പൊതുസമൂഹം മുഴുവൻ ഇപ്പം മുനമ്പം ജനതയുടെ കൂട്ടത്തിലാണ്. അത് ക്രിസ്ത്യാനിയെന്നില്ല, ഹിന്ദു എന്നില്ല, മുസൽമാൻ എന്നുള്ളതില്ല, പൊതുസമൂഹം മുഴുവൻ ഇവരുടെ കൂടെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുനമ്പം നമ്മുടെ കേരള ചരിത്രത്തിലെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും. അതായത് ഒരുമിച്ച് നിന്ന് ഒരു നന്മയ്ക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വലിയൊരു സന്ദേശത്തിലേക്കാണ് ഈ മുനമ്പം പോയി അവസാനിപ്പിക്കുക. തീർച്ചയായിട്ടും ജോസഫേട്ടന്റെയൊക്കെ ആ ഒരു ആത്മാർത്ഥതയ്ക്ക് ശക്തമായ ഒരു ദൈവാശ്രയബോധത്തിനൊക്കെ ഒരു നന്ദി പറയാനുള്ള അവസരമായിട്ട് കൂടി ഞാൻ ഈ അവസരം ഒന്ന് ഉപയോഗിക്കുകയാണ് ജോസഫേട്ട. ഓക്കെ, യെസ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ശ്രീ ജോസഫ് ബെന്നി, നമുക്കറിയാം ഈ സമരം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വളരെയധികം ഐക്യത്തോടെ, അതിനെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് വളരെയധികം ഐക്യത്തോടെ ഒരുമയോട് കൂടി തന്നെ ഒരു കോമൺ കോസിന് വേണ്ടി വഖഫിന്റെ ഒരു അധിനിവേശ സ്വഭാവത്തിനെതിരെ ശക്തമായിട്ട് ഈ സമരം മുന്നോട്ട് പോകുന്നു. ഇനി മുഖ്യമന്ത്രിയുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ള ദിവസങ്ങൾക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നു. അതിന്റെ ചോദ്യം ഇതാണ്, ഇനി സമരത്തിന്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരിക്കും? അതായത് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ഭരണകൂടം പ്രഖ്യാപിക്കുന്നത് വരെ സമരമുഖത്ത് നിൽക്കാൻ തന്നെയല്ലേ സമരസമിതി ഉദ്ദേശിക്കുന്നത്? ശ്രീ ജോസഫ് ബെന്നി. തീർച്ചയായിട്ടും ഇപ്പൊ 22-ാം തീയതി ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത്. ഇപ്പൊ റാഷിദ് അലി തങ്ങള് POC-യിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ആദ്യം വരുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് ഇതിന്റെ ഡോക്യുമെന്റ്സ് 1950-ലെ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നതും അത് പഠിക്കുന്നതും. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷാ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, പ്രഗത്ഭനായ ഒരു വക്കീലാണ്, അദ്ദേഹവും ഇത് വായിച്ചു. അദ്ദേഹവും പറഞ്ഞു ഇത് വഖഫ് അല്ല. അപ്പോ ശരിയായ പഠിക്കാഞ്ഞതിന്റെ പേരിലാണ് ഇത് വഖഫാണെന്ന് പറഞ്ഞത്. പഠിച്ചപ്പോ വഖഫല്ല. അപ്പോ സ്വാഭാവികമായിട്ടും ഇത്രയും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വഖഫിന്റെ രജിസ്റ്ററിൽ നിന്നും നമുക്കിത് മാറ്റി കിട്ടും. അത് മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് എന്താവുള്ളൂ, ഞങ്ങൾക്ക് ലോൺ എടുക്കാനും നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പ്രവേശിക്കാനും അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം കരമടക്കുക, പൊസിഷൻ കിട്ടുക, ROR കിട്ടുക. ROR കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് അതായത് ഒരു രീതിയിലും ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് 22-ാം തീയതിയിലൂടെ ഞങ്ങൾക്ക് വ്യക്തമാക്കി കിട്ടുമെന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതിലൂടെ തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ. ഈ കോമ്പൗണ്ടിന് അകത്ത് തന്നെയാണ് ഇവിടത്തുള്ള SNDP സമുദായത്തിൽപ്പെട്ടവരും കുടുംബി സമുദായത്തിൽപ്പെട്ടവരും അതേപോലെ തന്നെ വേട്ടുവ സമുദായത്തിൽപ്പെട്ടവരും ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരും ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥനാ രൂപത്തിലുള്ള ഒരു സമരമുറ തന്നെയാണ് ആവിഷ്കരിക്കുന്നത്. പിന്നെ ചെലവില്ല, നിരാഹാരമാണല്ലോ. അതല്ലെങ്കിൽ ഒരു സമരം നടത്തുമ്പോ വരുന്ന ഇപ്പൊ ഇവിടെ നിന്ന് മാറി പലരും ഞങ്ങളോട് പറയും നിങ്ങൾ ഇവിടെ നിന്നാൽ എങ്ങനെയാണ് ശരിയാണ്, നിങ്ങൾ വില്ലേജ് ഓഫീസിലോട്ട് പൊക്കൂടെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിതൊരു എല്ലാവരും വിശ്വാസികളാണ്, ഞങ്ങളെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും പ്രാർത്ഥന വിശ്വാസം അത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അത് ഏത് സമുദായമായാലും. ഇവിടെ വിശ്വാസമില്ലാത്ത ആളുകൾ ഒന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വിരലിൽ എണ്ണാവുന്ന 5 വിരലുകളിൽ എണ്ണാവുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കടാക്ഷം ഞങ്ങൾക്ക് ഉണ്ടാവും. 22-ാം തീയതിയോടുകൂടി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ശ്രീ ജോസഫ് ബെന്നി, ഈ ഒരു വിഷയം വന്നപ്പോൾ, ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴല്ലേ ഈ മുൻപം ജനത മാത്രമല്ല ഇപ്പം കേരളത്തിലെ പൊതുസമൂഹം, അതായത് സ്ഥിരമായി ജയിപ്പിച്ച് വിട്ടവരുടെയൊക്കെ ഒരു പൊയ്മുഖം സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുൻപത്തിലെ ജനങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്? ശ്രീ ജോസഫ് ബെന്നി. അതെ, തീർച്ചയായിട്ടും. കാരണം ആ തുടക്കത്തിലെ പലരും സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത് രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്. അതായത് മുനമ്പത്തെ പ്രശ്നം അത് അവിടുത്തെ ഒരു പ്രശ്നമാണ്, അത് നമ്മൾ ഗവൺമെന്റ് അതെടുത്ത് പരിഹരിക്കണം. അതല്ലാതെ ഇത് 95-ൽ കൊണ്ടുവന്ന ആക്ട് ആണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് എന്നോ ആർക്കും തന്നെ പറയുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അത് ഞങ്ങൾ ഇവിടെ വരുന്ന എല്ലാവരോടും ഞങ്ങൾ പറയുമായിരുന്നു. ആദ്യമൊക്കെ ഇവിടെ വന്നപ്പോ ഇത് രണ്ടും രണ്ടാണെന്ന് പറയുമ്പോൾ ആളുകളൊക്കെ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നത് പ്രത്യേക രീതിയിലായിരുന്നു. അപ്പൊ ഞങ്ങൾ വരുന്ന ആളുകളോട് പറഞ്ഞു ഇത് രണ്ടും രണ്ടല്ല. കാരണം 95-ലെ ആക്ട് മുൻനിർത്തിയാണ് ഈ നാസർ മനയിലും അബ്ദുൽ സലാമും 2008-ൽ ഹൈക്കോടതിയിൽ EP ഫയൽ ചെയ്യുന്നത്, എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? 95-ലെ ആക്ടാണ്. ആ 95-ലെ ആക്ടിൽ മാറ്റം വരുത്തേണ്ടത്, നമ്മള് അതിനകത്തും എല്ലാം പഠിക്കുന്നില്ല, മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള അമെന്റ്മെന്റുകൾ അതാണ് വേണ്ടത്. അത് മാറ്റം വരുത്തിയിട്ട് നമുക്ക് മതേതരത്വത്തിലും സമാധാനത്തിലും സാമൂഹ്യ നീതിയും അനുസരിച്ച് ജീവിച്ച് വർഗീയതയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ജീവിക്കണം. ഇപ്പൊ തന്നെ ഗ്രാൻഡ് മസ്ജിദിന്റെ
ഉസ്താദ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇത് കണ്ടു. അദ്ദേഹം പറഞ്ഞത് വഖഫ് പ്രോപ്പർട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അതല്ലാതെ ഇത് നിങ്ങളുടെ വഖഫ് പ്രോപ്പർട്ടി അല്ല, നിങ്ങൾക്ക് ഇത് ഒരിക്കൽ വിറ്റ ഭൂമിയാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഒരിക്കലും ഇത് വിറ്റ ഭൂമിയാണ്, ഇത് ഒരിക്കലും വഖഫല്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടെ ജോലിയിലൊക്കെ പ്രവേശിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. തീർച്ചയായും 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 വളരെ ഒരു ശുഭകരമായിട്ടുള്ള ഒരു പര്യവസാനം ഈ ഒരു പ്രതിസന്ധിക്ക് ഉണ്ടാകട്ടെ. ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് ഈ ഒരു മുനമ്പം വിഷയം വരട്ടെ. ഒപ്പം തന്നെ കിരാതമായിട്ടുള്ള ഈ വഖഫ് നിയമം അത് ഇന്ത്യയിൽ നിന്നും തൂത്തെറിയപ്പെടാനുള്ള ഒരു സമര കാഹളമായി, ഒരു ഉണർത്ത് പാട്ടായി ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മുനമ്പം സമരം മാറട്ടെ എന്ന ആശംസയോടെ ഈ ഒരു ബിഗ് ഡിബേറ്റ് ചർച്ച അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ PC ജോർജ്, ഫാദർ റോബിൻ, ഒപ്പം തന്നെ ശ്രീ ജോസഫ് പെന്നി, 3 പേർക്കും നന്ദി.